ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ 2 ആഴ്ചകളിലായി ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ സുപ്രധാനമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ചക്കെടുത്തത്. സക്കാത്ത് എന്നത് ഒരുപാട് തലത്തിലേക്ക് കടന്നു പോകുന്ന പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ ഏകീകരണങ്ങളും അഭിപ്രായ വൈരുദ്ധ്യങ്ങളും ഒക്കെയുള്ള ഒരു വിഷയം. വളരെ കരുതലോടെ, വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടുന്നൊരു വിഷയമാണ് എന്നതിൽ അഭിപ്രായാന്തരമുണ്ടാവില്ല. അതിൻ്റെ ഏതാണ്ട് നല്ലൊരു പാർട്ട് നമ്മൾ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഏറെക്കുറെ ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ച പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അത് ബോധ്യപ്പെട്ടിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അന്ന് അവസാന ഭാഗത്ത് ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അങ്ങനെ ഓറലായി പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അതൊക്കെ നമുക്ക് പിന്നീടും ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ മറിച്ചു നോക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ള രേഖകളും പ്രമാണങ്ങളും ആവശ്യമാണ്. ഞാനിന്ന് ഒരു പുതിയ വിഷയം ആരംഭിക്കാനാണ് പ്ലാൻ ചെയ്തത്. അതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നിയത് അന്ന് ബാക്കി വച്ചിരിക്കുന്ന ഏതാനും ആയത്തുകൾ കൂടി ഇതിൻ്റെ ഭാഗമായി പൂർത്തീകരിച്ചാൽ പിന്നെ നമുക്ക് ആ ഒരു ചാപ്റ്റർ തുറക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് പെട്ടെന്ന് പൂർത്തീകരിച്ച് ഒരു പുതിയ വിഷയത്തിലേക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സക്കാത്തിൽ നമ്മൾ പ്രധാനമായി വന്ന 2-3 പ്രശ്നങ്ങൾ. ഒന്ന്, ആരൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. 2, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എന്തിനൊക്കെയാണ് കൊടുക്കേണ്ടത്, അവയുടെയൊക്കെ നിസാബും ഹിസാബും എന്താണ്, തുടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്. അപ്പം അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ചില പ്രമാണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ പൂർണ്ണമായും അതിൻ്റെ പ്രാമാണികമായ തലത്തിലേക്ക് എത്താൻ നമുക്ക് സമയം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച എന്നിട്ടും നമ്മൾ കുറച്ച് വൈകിയാണ് ക്ലാസ് അവസാനിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബാക്കി ഭാഗം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയങ്ങളാണ്. പക്ഷെ അതിലേക്കുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് ആദ്യമായി കോട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയുടെ ബാക്കി സൂറത്ത് തൗബ തന്നെയാണ്, 9-ാമത്തെ സൂറത്ത്. അതിൽ 60-ാമത്തെ ആയത്ത്. وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. ദാനധർമ്മങ്ങൾ നൽകേണ്ടത് ദരിദ്രന്മാർക്കും അഗതികൾക്കും അതിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും അടിമകളുടെ മോചനത്തിൻ്റെ കാര്യത്തിലും കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലും വഴിപോക്കലും മാത്രമാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടതത്രേ ഇത്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. ഇന്നമ സ്വദഖാത്തു, ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു. സ്വദഖ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ ദാനധർമ്മങ്ങൾക്കും എല്ലാ സൽപ്രവർത്തനങ്ങൾക്കും പറയാവുന്ന ഒരു പേരാണ്. ഫീ കുല്ലി ഇബ്തിസാമത്തിന് സ്വദഖ എന്ന് കാണാൻ റസൂലിൻ്റെ വാക്ക്. എല്ലാ പുഞ്ചിരിയിലും ഒരു ധർമ്മമുണ്ട്. അതിന് ദാനമെന്നോ അല്ലെങ്കിൽ ആ അർത്ഥം അതിന് കാണുമോ എനിക്കറിയില്ല. അതൊരു ധർമ്മമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ അധർമ്മത്തിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളെയും സ്വദഖ എന്ന ആ പ്രയോഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷെ ഇവിടെ ഉപയോഗിച്ചത് അസ്വദഖ എന്നാണ്. അസ്വദഖ എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രത്യേകതയുണ്ട്.
അവിടെ നിന്നാണ് നമ്മളത് സക്കാത്തിലേക്ക് വരുന്നത്. അസ്വദഖ. ഞാനെന്ന് പറഞ്ഞു, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്നർത്ഥമല്ല, മറിച്ച് പ്രാർത്ഥന എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത് അസ്വലാത്ത് എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു രൂപവും ഭാവവും ചട്ടവും വട്ടവും ഒക്കെ ഉണ്ടാവുന്നു. അപ്പോൾ അതിന് പേര് കിട്ടുന്നു. ആ പേരാണ് നമസ്കാരം. അപ്പോൾ അഖിമു സ്വല, അഖിമു അസ്വല, നിങ്ങൾ ആ പറഞ്ഞ സ്വലാത്ത് അഥവാ നമസ്കാരം നിലനിർത്തുക എന്നാണ് ഖുർആൻ പ്രയോഗം. എന്ന പോലെ തന്നെ സക്കാത്ത് എന്ന് മാത്രം പറഞ്ഞാൽ അതിന് സാമ്പത്തിക ശുദ്ധീകരണം എന്ന അർത്ഥത്തിലേക്ക്, നിർബന്ധ ദാനം എന്ന അർത്ഥത്തിലേക്ക് വരേണ്ടതില്ല. മറിച്ച് എല്ലാവിധ തസ്കിയത്തിനും എല്ലാവിധ സംസ്കരണത്തിനും ഉപയോഗിക്കുന്ന പദമാണ് സക്കാത്ത്. അതുകൊണ്ട് ഖുർആൻ എന്ത് ചെയ്തു? അഖിമുസ്സലാ എന്ന് പറയുമ്പോൾ വആതു അസ്സക്ക എന്നാണ് പ്രയോഗിച്ചത്. അസ്സക്കാത്ത് എന്ന പോലെ തന്നെ ഇവിടെ സ്വദഖ ദാനമാണ്, ധർമ്മമാണ്, നന്മകളാണ്. അലിഫ്ലാം ചേർത്തിട്ട് അതിനെ പ്രത്യേകമാക്കി മാറ്റി നിർത്തി. അതാണ് നമ്മൾ അസ്സക്കാത്ത് എന്നതിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നത്. ഈ ആയത്തിന്റെ അവസാനത്തിൽ അതൊന്നുകൂടി വ്യക്തമാക്കുന്നുമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്നമ സ്വദഖാത്ത്, തീർച്ചയായും ദാനധർമ്മങ്ങൾ അഥവാ ഈ നിർബന്ധമായ ദാനധർമ്മങ്ങൾ നൽകേണ്ടത് ലിൽ ഫുഖറായി, ഫഖീറിന്റെ ജമ്മ് ഫുഖറാ, ദരിദ്രന്മാർ, അവർക്ക് വേണ്ടിയാണ്. വൽ മസാക്കീൻ, അഗതികൾക്ക് വേണ്ടിയും. ഒക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്ന വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കിയ പദങ്ങളാണ്. വൽ ആമിലീന അലൈഹ, ആമിൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നവൻ എന്നതിനർത്ഥം. ആമിൽ ജോലിക്കാരൻ. വൽ ആമിലീന അലൈഹ, അതിന്മേൽ അതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ. സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ. ഇപ്പൊ പ്രവാചകരുടെ കാലഘട്ടത്തിൽ റസൂലുള്ള നേരിട്ട് പോയി സക്കാത്ത് പിരിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങൾ നേരിട്ട് റസൂലിന്റെ അരികിൽ കൊണ്ടുകൊടുക്കുകയോ ചെയ്യുന്ന സമ്പ്രദായം വളരെ അപൂർവമായി മാത്രമേ കാണാൻ പറ്റുള്ളൂ. മറിച്ച് ഓരോ നാട്ടിലേക്കും ഓരോ പ്രദേശത്തിലേക്കും പലപ്പോഴും ഓരോ വ്യക്തികളിലേക്കും അവരുടെ സക്കാത്ത് പിരിച്ചെടുക്കുവാൻ വേണ്ടി പ്രത്യേകം ആളുകളെ പറഞ്ഞേക്കുകയായിരുന്നു ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞേക്കുമ്പോൾ അവർക്ക് വേറെ ജോലി ചെയ്ത് സമ്പാദിക്കാൻ കഴിയില്ല. അവരുടെ കുടുംബം പോറ്റണമെങ്കിൽ അവർക്ക് ശമ്പളം വേണം. ആ ശമ്പളം നൽകുന്നത് ഈ സക്കാത്തിൽ നിന്നാണ്. അപ്പോ ജോലിക്കാരെന്ന് പറഞ്ഞാൽ അതാണ്. സക്കാത്ത് അത് വ്യവസ്ഥാപിതമായി നടക്കുമ്പോൾ അത് എഴുതി വെക്കാനും അത് ശേഖരിക്കാനും അത് വിതരണം ചെയ്യാനും അത് സൂക്ഷിക്കുവാനും അനുബന്ധമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ജോലി ചെയ്യുന്ന ഒന്നോ രണ്ടോ ചിലപ്പോൾ അതിലധികം ആളുകൾ അതിന് ജോലിക്കാരായി വേണ്ടിവരും. അവർക്കുള്ള ശമ്പളം, ഒരു മാന്യമായ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ശമ്പളം അവർക്ക് ആ സക്കാത്തിന്റെ ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കണം എന്നാ പറഞ്ഞത്. അവർ അതിന് അവകാശികളാണെന്നാണ്. ഒരുപക്ഷെ അവരാരല്ല, ഫക്കീറോ മിസ്കിനോ ആവണമെന്നില്ല. അതാണെങ്കിൽ അവർക്ക് അല്ലാതെ തന്നെ സക്കാത്ത് കിട്ടും. ഇതവർ ഫക്കീറോ മിസ്കിനോ ആയതുകൊണ്ട് ഇപ്പൊ നമ്മിൽ ഒരാൾ തന്നെ ആവട്ടെ, നമ്മിൽ ഒരാളാണ് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ള ഒരു സക്കാത്ത് കമ്മിറ്റിയുടെ അതിന്റെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഫുൾ ടൈമായി ഏറ്റെടുത്ത് നടക്കുന്നെങ്കിൽ അയാൾക്ക് അതിന്റെ ശമ്പളം വാങ്ങാം. അപ്പോ അതാണ് വൽ ആമിലീന അലൈഹ. ഇതിന്റെ ഒരു സങ്കടം എന്താണെന്നറിയോ? ഈ റമദാനിൽ സക്കാത്ത് സംഘടനമായി നൽകേണ്ടതില്ല. അത് ഈ ഭരണാധികാരികൾ മാത്രമേ അങ്ങനെ വാങ്ങി കൊടുക്കേണ്ടതുള്ളൂ. നമുക്ക് സ്വന്തമായി തന്നെ നൽകാം എന്ന് പറയാനും സ്ഥാപിക്കുവാനും വേണ്ടി നടത്തിയിരിക്കുന്ന ചില സംസാരങ്ങൾ കേൾക്കാനിടയായി. അതിലെ സങ്കടം എന്താ അറിയോ? ആ സംസാരത്തിന് തെളിവായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് കുറെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്, അല്ലാതെ വിശുദ്ധ ഖുർആനോ പ്രവാചക ചര്യവുമല്ല. എന്നിട്ട് പറയുന്നുണ്ട് ആകെ ഇതിന് ഖുർആൻ പറഞ്ഞൊരു തെളിവ് വൽ ആമിലീന അലൈഹ എന്നൊരു പ്രയോഗം മാത്രമാണ്. അതാണ് എന്റെ സങ്കടം. സംഘടിതമായിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നൊരു തെളിവ് വൽ ആമിലീന അലൈഹ എന്നൊരു പദപ്രയോഗം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന ആ വാചകത്തെ മനസ്സിലാവും. രണ്ട്, ഖുർആനിൽ അങ്ങനെ ഒരു പ്രയോഗം ഉണ്ട് എങ്കിൽ, ഒരൊറ്റൊന്നേ ഉള്ളൂ എങ്കിൽ അത് മതിയാവൂലേ ഒരു വിശ്വാസിക്ക് പ്രമാണമായി സ്വീകരിക്കാൻ? ഒരുപാടെണ്ണം വേണമെന്നുണ്ടോ? ഒരു ചെറിയ കഷ്ടമാണ് ഖുർആൻ ആ വിഷയത്തിൽ ഉപയോഗിച്ചെങ്കിൽ അത് മതിയല്ലോ. എന്നിട്ട് അതിൽ പറഞ്ഞു പോയൊരു വാചകമാണ് എനിക്കത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അതും പുതിയ കാലഘട്ടത്തിലെ നവോത്ഥാന ചിന്തകളിൽ നിന്ന് പിൽക്കാലത്ത് മാറി ചിന്തിച്ചിരിക്കുന്ന ചില ആളുകളാണ്
ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തിയത് എന്നത് അതിലേറെ സങ്കടകരമാണ്. അതാണ് സൂചിപ്പിച്ചത്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരാമർശങ്ങൾ വരാറുണ്ട് വിശുദ്ധ ഖുർആനിലെ. ഈ ഒരൊറ്റ വാക്യം മതി നമുക്ക്. ഇതല്ലാത്ത വാക്യങ്ങൾ പ്രവാചക വചനങ്ങളായും ഖലീഫമാരുടെ പ്രവർത്തന രീതികളിലൂടെയുമൊക്കെ നമുക്ക് ഇതിന്റെ പ്രാമാണികത ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് സംഘടിതമായി തന്നെയാണ് സക്കാത്ത് നൽകേണ്ടത്. അതിനൊരു സംവിധാനം അനിവാര്യവുമാണ്. ആ അനിവാര്യമായിരിക്കുന്ന സംവിധാനത്തിന്റെ കുറവുകൾ, പോരായ്മകൾ അത് പരിഹരിക്കപ്പെടണം. നമ്മുടെ നാട്ടിലുള്ള എല്ലാ സക്കാത്ത് കമ്മിറ്റികളും അങ്ങനെ ആമിലീന അലൈഹ എന്ന് അവർ വിശദീകരിച്ചില്ല. ഇത്ര പറഞ്ഞോളൂ. ആകെ സക്കാത്ത് സംഘടിതമായി കൊടുക്കണം എന്നതിന് ഖുർആനിൽ നിന്ന് പറയപ്പെടുന്ന ഒരൊറ്റ തെളിവ് ആമിലീന അലൈഹ എന്നൊരു പദം മാത്രമാവുന്നു. കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും വയലിലേക്ക് പോണത്. അതാ ഞാൻ പറഞ്ഞ സങ്കടം. ഖുർആനിന്റെ ആ ആയത്തിനെ, ആ ഒരു കഷ്ടത്തെ നിസ്സാരവൽക്കരിച്ചിട്ട് അതിന് യാതൊരു വ്യാഖ്യാനം കൊടുത്തില്ല, ഒരു വിശദീകരണം കൊടുത്തില്ല. അങ്ങനെ പദയിലുണ്ട്, അത്രമാത്രം. അത് സങ്കടകരമല്ലേ? ഞാൻ പറഞ്ഞത് ഇതൊരു യാഥാസ്ഥികരായി വളർന്നു വന്നൊരു ടീമാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ നമുക്ക് അതിനൊരു ഒരർത്ഥം കാണാൻ പറ്റും. യാഥാസ്ഥികക്കെതിരെ പ്രവർത്തിച്ചു വളർന്നു വന്നിരിക്കുന്ന ഒരു സമൂഹത്തെ പിൽക്കാലത്ത് പിന്തിരിഞ്ഞു പോയിരിക്കുന്ന അല്ലെങ്കിൽ പിന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് സങ്കടം. അങ്ങനെ പല സംഗതികളും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ കുറച്ച് ആഴത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. ഇന്നലൊക്കെ നമ്മൾ പത്രം വായിച്ച ആൾക്കാരാണല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം മനസ്സിലാവും സൂചിപ്പിച്ചത്. അപ്പൊ വൽ ആമിലീന അലൈഹ ഇങ്ങനെ സംഘടിതമായിട്ടല്ലാതെ ഇത് നൽകാവുന്ന ഒരു സംവിധാനമല്ല. കാരണം സക്കാത്ത് വാങ്ങുന്ന മനുഷ്യന് അത് കൊടുക്കുന്നവനോട് ഒരു വിധേയത്വത്തിന് അവസരം ഉണ്ടാകാൻ പാടില്ല. ഒരു വിധേയത്വത്തിന് അവസരം ഉണ്ടാകാൻ പാടില്ല. കാരണം ഇയാളുടെ കയ്യിൽ അല്പം പണം ഉണ്ടായതും അയാളുടെ കയ്യിൽ അല്പം പണം കുറഞ്ഞു പോയതും ഈ രണ്ടുപേരുടെയും വ്യക്തിപരമായ മികവ് കൊണ്ടോ അല്ലെങ്കിൽ മികവില്ലായ്മ കൊണ്ടോ അല്ല. രണ്ടുപേരെയും അള്ളാഹു പരീക്ഷിക്കുന്നു എന്ന് മാത്രം. ആ പരീക്ഷണത്തിൽ രണ്ടുപേർക്കും വിജയിക്കണം. അത് ഒരാളുടെയും അഭിമാനത്തിൽ ക്ഷതം വരുത്താതെ ആ പ്രശ്നം പരിഹരിച്ചു പോകണം. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ആവണം എന്ന നിർദ്ദേശമുണ്ടായതും ഖലീഫമാരൊക്കെ ആ വിഷയത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിച്ചത്. ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായിട്ടില്ല. അപ്പൊ അത് നമ്മൾ അതിന്റെ ഗൗരവത്തിൽ കാണണം. അതാണ് സൂചിപ്പിച്ചത്. അപ്പോൾ എന്നാൽ നിലവിലുള്ള നമ്മുടെ സക്കാത്ത് കമ്മിറ്റികളൊക്കെ 100% പെർഫെക്റ്റ് ആണെന്നോ അതിലൊന്നും ഒരു അപാകതയും പോരായ്മയും ഇല്ല എന്നൊന്നും പറഞ്ഞുകൂടാ. പക്ഷേ അപാകതകളുണ്ടല്ലോ, പോരായ്മകളുണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല വേണ്ടത്. അതിനെ പരമാവധി പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരാൻ നമ്മൾ കൂടി സഹായിക്കണം, നമ്മൾ കൂടി ശ്രമിക്കണം. ഞാൻ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട സംഗതി, നമ്മുടെ സക്കാത്ത് കമ്മിറ്റികളിൽ നല്ലൊരു ശതമാനം പെർഫെക്റ്റ് ആവാതെ പോകുന്നത്, അതിൽ വേണ്ട വിധം കാര്യക്ഷമമായി പ്രവർത്തിക്കാതിരിക്കുന്നത്, സക്കാത്ത് കൊടുക്കേണ്ടവർ ആരൊക്കെയാണ് എന്ന കൃത്യമായ ധാരണ സമൂഹത്തിൽ ഇല്ലാത്തതുകൊണ്ടും അതുകൊണ്ട് തന്നെ ഒരു വലിയ മഹാഭൂരിപക്ഷം ആളുകൾ സക്കാത്ത് കൊടുക്കാത്തതുകൊണ്ടും കൊടുക്കുന്നവർ തന്നെ അതിന്റെ വളരെ കൊടുക്കേണ്ടതിന്റെ ഒരു ചെറിയ അളവ് മാത്രം കൊടുത്തിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുകൊണ്ടും കാര്യമായൊരു ഫണ്ടില്ലാത്തതുകൊണ്ട് സക്കാത്ത് കമ്മിറ്റിക്കാരുടെ പണിയില്ലാത്തതുകൊണ്ടാണ് അതൊരു മൂലക്കലിട്ട് വെച്ചത്. അത് റമദാൻ മാസത്തിൽ കുറച്ച് പൈസ സ്വരൂപിക്കും, അത് അടുത്ത മാസം കുറച്ച് ഇങ്ങനെ ഉള്ളിൽ കൊടുത്തിട്ട് പരിപാടി കഴിഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നിയത്. അതേ സമയത്ത് പെർഫെക്റ്റ് ആകാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷം 15 ലക്ഷം രൂപ സക്കാത്ത് കിട്ടിയിരിക്കുന്ന ഒരു കമ്മിറ്റി ഇസ്ലാമികമായി അതിന്റെ എല്ലാ മാനങ്ങളും മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത കൊല്ലം 1.5 കോടി സക്കാത്ത് കിട്ടും. ആ കമ്മിറ്റി കിട്ടും. അപ്പൊ ആ കമ്മിറ്റിക്ക് ഒരു ചൊവ്വാൽ മാസ്റ്റർ കൂടി അത് പരിഹരിക്കാൻ കഴിയില്ല. അവർക്ക് 24 അവർ 360 ദിവസം പണിയെടുക്കാണ്ടാവില്ല. അങ്ങനെ പണിയെടുക്കുമ്പോൾ അതിന് പറഞ്ഞ പോലെ തന്നെ ജോലിക്കാരുണ്ടാവും, വേണ്ടപ്പെട്ട സംഗതികളൊക്കെ ഉണ്ടാവും. അതൊരു സംഗതിയായി, ഒരു സംഭവമായി, ഒരു പ്രസ്ഥാനമായി വളരും. അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. അവിടേക്ക് എത്താതിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണക്കാർ ഈ കൊടുക്കുന്നവരും കൊടുക്കേണ്ടതുണ്ടോ എന്ന് സംശയിച്ച് മാറി നിൽക്കുന്നതുമായിരിക്കുന്ന സമൂഹം തന്നെയാണ്. അതെന്റെ ഒരു ഭാഗം. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും, അതത്രയേ ഉള്ളൂ. ശരി. വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും. അല്ലഫ യുഅല്ലിഫു എന്ന് നമ്മൾ പഠിച്ചൊരു പദമാണ്. ഇണക്കി ചേർത്തു. അല്ലഫ മുഅല്ലഫത്ത് എന്ന ഇണക്കപ്പെട്ടവർ, ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ ഇണക്കപ്പെട്ടവർ എന്നാൽ അവർക്ക് ഇസ്ലാമിനോട് ആഭിമുഖ്യമുണ്ട്. മുസ്ലിങ്ങളായിട്ടില്ല, ഇസ്ലാമിനോട് ആഭിമുഖ്യമുണ്ട്. അവർ ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുണ്ട്.
പക്ഷെ അവർക്ക് തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്. നിലവിൽ അവർ ദരിദ്രരോ അല്ലെങ്കിൽ അഗതികളോ ഒന്നും അല്ല. ഈ സക്കാത്തിന്റെ അവകാശികൾ എന്ന് പറയുന്ന മറ്റു ഏത് വിഭാഗത്തിൽപ്പെട്ടവരല്ല. നിലവിൽ ഒരുപക്ഷെ അവർ സമ്പന്ന തന്നെ ആയിരിക്കാം. പക്ഷേ അവർ ഇസ്ലാം മതം സ്വീകരിച്ചാൽ, നമുക്കറിയാം ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ മാതാപിതാക്കൾ കൂടെ വന്നിട്ടില്ലെങ്കിൽ അനന്തരാവകാശം പോലും കിട്ടില്ല. ബാപ്പാക്ക് കോടികൾ സ്വത്തുണ്ട്, ഞാൻ പുതുതായി ഇസ്ലാമിലേക്ക് വരാം, അതിനൊരു പൈസയും കിട്ടില്ല, വാങ്ങാനും പറ്റില്ല. എങ്ങനെ? അത് ഇന്ത്യൻ നിയമപ്രകാരം കിട്ടും, അതല്ല പറഞ്ഞ ഇസ്ലാമിക നിയമപ്രകാരം കിട്ടില്ല. ഇസ്ലാമിക നിയമപ്രകാരം അനന്തര സ്വത്ത് എടുക്കാൻ വകുപ്പില്ല. കാരണം അനന്തരം എടുക്കേണ്ടത് നമ്മുടെ വിശ്വാസം സ്വീകരിച്ച് മുസ്ലിങ്ങളായി ജീവിക്കുന്നവരെന്നാണ്. അതാ പറഞ്ഞത്. അപ്പോ അയാൾ എന്തായി? ഇതിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ സാമ്പത്തികമായി അയാൾ ഒരു പിരിമുറുക്കത്തിലാണ് വരുന്നത്. അതാണ് വിഷയം. രണ്ടാമത്തെ ഒരു പ്രശ്നം, അയാൾക്ക് സാമ്പത്തികമായി അല്ലാതെ തന്നെ വരവുണ്ടാവും. ആ വരവ് പലതും എന്ത് ചെയ്യും? തടയപ്പെടും. ഇസ്ലാമിലേക്ക് വരുമ്പോൾ പല തനക്കുള്ള പ്രതിസന്ധികളും പല പ്രയാസങ്ങളും ഇന്നുണ്ടല്ലോ, ഇന്നുണ്ട് പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. സ്വാഭാവികമായി ആ മനുഷ്യന് സംരക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ വേണം. അപ്പൊ ഞാൻ ഇസ്ലാമിലേക്ക് വന്നാൽ ഞാൻ കുടുങ്ങില്ല, ഞാൻ പ്രയാസപ്പെടില്ല, സാമ്പത്തികമായി എന്റെ കാര്യം 100% പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും എന്ന് അയാൾക്ക് തോന്നാവുന്ന വിധം അയാളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ പറ്റണം. അതാണ് മുഅല്ലഫത്ത് ഖുലൂബ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ സ്വാഭാവികമായി അതുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവർ അതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നുണ്ട് എങ്കിൽ അവരെയും അതിൽ ഉൾപ്പെടുത്താമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു സമീപനം ഖുർആൻ സ്വീകരിച്ചത് സുരക്ഷിത ബോധം ഇതിലേക്ക് വരുമ്പോൾ ഒരാൾക്കുണ്ടാവുന്നതാണ്. അപ്പൊ ഒന്നുകൂടി മനസ്സിലാവുമല്ലോ, ഇതും നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും 10,000 or 1,000 കൊടുത്ത് വിടുന്ന ഏർപ്പാടല്ല. ഒരു മനുഷ്യന്റെ സംരക്ഷണം പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ എന്താണോ വേണ്ടത് അത്രയും വിനിയോഗിക്കേണ്ടി വരും. അത്രയും വിനിയോഗിക്കണമെങ്കിൽ ചെറിയത് മതിയാവൂല. മാത്രമല്ല ഘട്ടം ഘട്ടമായി അയാൾക്ക് സ്വയം വളരാനും വികസിക്കുവാനും മാർഗം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയും വ്യാഖ്യാനങ്ങളുണ്ട്. അത് ഇതിനെതിരൊന്നുമല്ല. കാരണം ശത്രുതയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളുടെ ശത്രുത കുറക്കാൻ, ശത്രുതയില്ലാത്തവരെ ആ മൈത്രി ബന്ധത്തിൽ നിലനിർത്താൻ എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഈ ആയത്തിന് വന്നിട്ടുണ്ട്. ശരിക്ക് ഞാൻ സൂചിപ്പിച്ചു നേരോ, ആ വ്യാഖ്യാനം ആവശ്യമില്ല. കാരണം ഫക്കീർ മിസ്കീൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാവരും വിടും. ഫക്കീർ മിസ്കീൻ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ എല്ലാവരും വിടും. മനസ്സിലായില്ലേ? ഫക്കീറോ മിസ്കീനോ ആണെങ്കിൽ മാത്രമേ ഇസ്ലാമിലേക്ക് വരാത്ത അല്ലെങ്കിൽ വരാൻ താല്പര്യമില്ലാത്ത ഒരാള് നമ്മളിന്ന് സക്കാത്ത് വാങ്ങുള്ളൂ. നാട്ടിൽ സമ്പന്നരായിരിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരൻ നമ്മൾ 10 രൂപ എടുത്ത് വാങ്ങൂല, ക്രൈസ്തവനും വാങ്ങൂല. അതേസമയത്ത് ഫക്കീറോ മിസ്കീനോ ആണെങ്കിൽ തന്നത് മുസ്ലിം ആണല്ലോ എന്ന് കരുതി വാങ്ങാതിരിക്കുന്നില്ല. ഘട്ടം ഘട്ടമായി അയാൾക്ക് നമ്മളുള്ള വിരോധവും വിയോജിപ്പൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലൊരു കാര്യം പറയുന്നത്, സക്കാത്ത് അമുസ്ലിം സഹോദരങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന ചർച്ചയ്ക്കൊരു പ്രസക്തിയില്ല. പക്ഷേ അമുസ്ലിം സഹോദരങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ച് സക്കാത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നു, ഒരു അമുസ്ലിങ്ങൾ മാത്രം, കുറച്ച് ഹൈന്ദവരോ ക്രൈസ്തവരോ മാത്രം താമസിക്കുന്ന ഒരു കോളനി, അവിടെ പോയിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതില്ല. പക്ഷെ നിങ്ങൾ ഒരു മഹലിൽ ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ അപ്പുറത്തെ വീട്ടിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, ഇപ്പുറത്തെ വീട്ടിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവിടെ ആ ഏരിയയിലുള്ള ആ പ്രദേശത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ അതിനിടയിൽ ഒരു പാവപ്പെട്ട ഹൈന്ദവനോ ക്രൈസ്തവനോ ഉണ്ടെങ്കിൽ അത് കാണാതെ പോരുത്. അത്രയും നിർത്തുള്ളൂ. എന്നല്ലാതെ നമ്മൾ അതൊരു പാക്കേജായി ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഫക്കീർ മിസ്കി എന്ന് പറയുമ്പോൾ അതിൽപ്പെട്ട എല്ലാവരും വിടും, അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ തീരും. എന്നാലും മുഅല്ലഫത്ത് ഖുലൂബ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് വരിക വഴി അയാൾക്ക് നേരിടേണ്ടി വരുന്ന പല പ്രയാസങ്ങളിൽ നിന്നും സുരക്ഷിതത്വം ലഭിക്കുമെന്നുള്ള ഒരു ആത്മബോധം ഉണ്ടാക്കിയെടുക്കാൻ അയാൾക്ക് നൽകുന്ന സപ്പോർട്ടീവായി നൽകുന്ന ധനമാണെന്ത്? ഈ സക്കാത്തിന്റെ വിഹിതം. അത് ഞാൻ പറഞ്ഞല്ലോ, അയാളുടെ തൽക്കാലം ഒരു നേരത്തെ ആഹാരത്തിനുള്ള പരിപാടിയല്ല, അയാൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ളതാണ് കൊടുക്കേണ്ടത്. നല്ല കച്ചവടക്കാരനാണെങ്കിൽ അയാൾക്ക് കച്ചവടം ചെയ്യാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കണം. നല്ല കർഷകനാണെങ്കിൽ കൃഷിക്കുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ പല മാർഗങ്ങളുണ്ടല്ലോ. ആ മാർഗത്തിലൂടെ അയാളെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. അതാണ് സംഗതി. പിന്നെ റിഖാബ് അടിമ മോചനം. അത് പിന്നെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വലിയ പ്രസക്തി ഇല്ല, ഉള്ള കാലത്തുള്ള സംഗതിയാണത്. ഉണ്ടെങ്കിൽ അടിമകൾ മോചന കരാറിൽ ഏർപ്പെടുന്ന അടിമകൾ
ഉടമയുമായിട്ട്. പക്ഷെ എന്ത് വേണം? മോചനദ്രവ്യം കൊടുക്കണം. ലക്ഷങ്ങളോ കോടികളോ വേണ്ടി വരും. അങ്ങനെ കൊടുത്താൽ അയാൾ രക്ഷപ്പെടും. കൊടുക്കാൻ അയാളുടെ കയ്യിൽ കാശില്ല. ആ മനുഷ്യന് ആ പണം കൊടുത്തുകൊണ്ട് മോചിപ്പിക്കാൻ വേണ്ടി സഹായിക്കണം. അതാണ് പറഞ്ഞത്. പിന്നെ പോലെ ഗാരിമീൻ എന്ന് പറഞ്ഞാൽ കടക്കാരൻ. കടക്കാരനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സക്കാത്ത് കൊടുക്കണം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയങ്ങളാണല്ലോ. പിന്നെ കടക്കാരനെ കടത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എങ്ങനെയാണോ സാധ്യമാവുക അതാണ് വിഷയം. അപ്പൊ അയാൾ ആ നിരക്ക് ഒരു അവകാശിയാണ്. കടം കൊണ്ട് കുടുങ്ങിയിരിക്കുന്ന ആള്, അയാളെ രക്ഷപ്പെടുത്താൻ. ഞാൻ ഇതൊക്കെ ഈ 8 വിഭാഗത്തെയും കൂടി ഒരൊറ്റ വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടം കൊണ്ടോ മാത്രം പരിഹരിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളെ പരിഗണനയിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട വിഭാഗങ്ങളെ പറഞ്ഞു മാത്രം. അതിലൊരു പ്രധാനപ്പെട്ട വിഭാഗം തന്നെയാണ് കടക്കാര്, ബുൽഗാരിമീൻ. പിന്നെ വഫീ സബീലില്ല. സബീലില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നാണ് അതിന്റെ അർത്ഥം. അതിനെ കുറച്ചുകൂടി നമ്മൾ അറബി തന്നെ പറഞ്ഞാൽ അർത്ഥം മനസ്സിലാവും. ഫീ സബീൽ പറഞ്ഞാൽ മനസ്സിലാവൂലേ? അതന്നെ സംഗതി. ഫീ സബീൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരത്തിൽ ഏർപ്പെടുന്നതിന്, യുദ്ധം അനുബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ അതിനു വേണ്ടി ഇറങ്ങുന്ന പടയാളികളെ അല്ലെങ്കിൽ അതിനു വേണ്ടി ഇറങ്ങുന്ന ആളുകളെ, അവരെയും അവരുടെ കുടുംബത്തെയും അല്ലെങ്കിൽ ആ യുദ്ധത്തിന് വേണ്ടി തന്നെ നമ്മൾ സഹായിക്കേണ്ടി വരും. അതിനൊക്കെ സക്കാത്തിന് മുതലെടുക്കാൻ പറഞ്ഞു. എന്നാൽ ഫീ സബീൽ വളരെ വിശദമായി വിപുലമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വളർത്തിയെടുക്കേണ്ട എന്തെല്ലാം സംരംഭങ്ങളുണ്ടോ അതിനു വേണ്ടിയെല്ലാം സക്കാത്ത് കൊടുക്കാം. അവിടെയാണ് നമ്മൾ ഈ പാലിയേറ്റീവ് ക്ലിനിക്കിനും അതുപോലെയുള്ള ഒരുപാട് സാമൂഹിക സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്കൊക്കെ സക്കാത്തിന്റെ വിഹിതം കൊടുക്കുന്നതിന്റെ ഭാഗം അതാണ് വിഷയം. അതിന്റെ വിശാലമായ അർത്ഥത്തിലുള്ളതാണ്. ശരിക്ക് പദം തന്നെയാണ്. ഇസ്ലാമികമായി ഒരു സമൂഹത്തിന് സായുധ പോരാട്ടം ആവശ്യമായി വരുമ്പോൾ അവരെയും അവരുടെ കുടുംബത്തെയും സഹായിക്കാൻ സക്കാത്ത് ഉപയോഗിക്കാന്നുള്ളത്. എന്താണ്? കേട്ടില്ല? വരും. അതേ പറഞ്ഞാൽ നമ്മുടെ മൊത്തം ഇതിന്റെ വിശാലമായ അർത്ഥത്തിൽ ഇസ്ലാമികമായ എല്ലാ സംരംഭങ്ങളും, ഒരു ദഅവത്തുണ്ട്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്, ചിലപ്പോ പിന്നെ പള്ളി പോലെയുള്ള അല്ലെങ്കിൽ മദ്രസ പോലെയുള്ള സ്ഥാപനങ്ങളുടെ വളർച്ചയുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ഈ പറഞ്ഞ പോലെ പാലിയേറ്റീവ് ക്ലിനിക്ക് പോലെയുള്ള പല സംഗതികളുണ്ട്. അതിനെയൊക്കെ നമുക്ക് സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും സാധിക്കും ഈ പദത്തിന്റെ വിശാലമായ അർത്ഥതലങ്ങളിൽ നിന്നുകൊണ്ട്. നേർക്കുനേരുള്ള അർത്ഥം ആ സായുധ ജിഹാദും അതിലേർപ്പെടുന്ന സൈന്യവും അവരുടെ കുടുംബവുമാണ്. എങ്ങനെ? അങ്ങനെയൊക്കെ വരും. അത് ഈ പരസ്പരമുള്ള ബന്ധം ഇതിലൊക്കെ കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ്. പിന്നെ വബിനി സബീൽ. ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിതിന് പറയുന്ന വഴിപോക്കൻ എന്നാണ് ഇതിനെ മലയാളത്തിൽ സാധാരണ പറയാറുള്ളത്. ശരിക്കും അഭയാർത്ഥിയാണ്. എല്ലാ അഭയാർത്ഥികളും ഇബ്നു സബീലിന്റെ പരിധിയിലാണ് പെടുക. അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ ഫക്കീറോ മിസ്കീനോ ആവണമെന്നില്ല. നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകളും ഒരു ഉരുൾപൊട്ടൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു കലാപം കൊണ്ട് അല്ലെങ്കിൽ ഒരു മൊത്തത്തിൽ ഒരു വലിയ തീപിടുത്തം കൊണ്ട് ഒക്കെ, പ്രകൃതി ദുരന്തം കൊണ്ടോ ആക്രമണങ്ങൾ കൊണ്ടോ ഒക്കെ അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അവരെക്കാൾ ഇതിന് അർഹരായി വരാറുണ്ടാവില്ല. മനസ്സിലല്ലോ? അവര് നാളെ പിറ്റേന്ന് മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട അവസ്ഥയിലേക്ക് വരാണ്. ആ കൈ മടക്കണം. എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. വഴിയാധാരം എന്ന് പറയാം. ഈ വഴിയാധാരത്തിന്റെ വിഷയതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, മുമ്പ് ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. നമ്മളൊരു യാത്രയിൽ നമ്മൾ ആവശ്യമുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും പോക്കറ്റ് അടിച്ചു പോകാലോ, അല്ലെങ്കിൽ വാഹനത്തിന് ആക്സിഡന്റ് പറ്റി കയ്യിൽ വേറെ സംവിധാനങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ തൽക്കാലം അയാൾക്ക് തിരിച്ചു പോകാനെങ്കിലും അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്താനെങ്കിലും മറ്റൊരാളുടെ സഹായം വേണ്ടി വരും. ആ സഹായം അയാൾ എവിടെ എത്തിപ്പെട്ടത്? അവിടെയുള്ള സക്കാത്ത് സംവിധാനം ആ സഹായം നൽകണമെന്നാണ്. അപ്പൊ കോഴിക്കോട്ടങ്ങാടിൽ ചെന്നുപെട്ട ഒരാളാണെങ്കിൽ അവിടെയുള്ള സക്കാത്തിന്റെ പൊതു സംവിധാനം ആരുടെ കയ്യിലാണോ അവർ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇയാൾക്ക് അവിടെ വന്ന് പറഞ്ഞാൽ പരിഹരിക്കാൻ പറ്റണം. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെയൊക്കെ പിന്നെ ശ്രദ്ധയിൽ പലപ്പോഴും പെട്ടിട്ടുണ്ട്. അതിന്റെ ഗുണം ഉണ്ടാവുകയും ചെയ്യും. ഒരിക്കലും ഒരു സത്യസന്ധനായി നല്ല നിലക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു അപകടത്തിൽ കുടുങ്ങിയിട്ട് അയാൾക്ക് സാമ്പത്തികമായ പ്രതിസന്ധി വന്ന്
ഏതെങ്കിലും ഒരു സക്കാത്ത് കമ്മിറ്റി ആൾ സഹായിച്ചാൽ സക്കാത്ത് കമ്മിറ്റിക്കും നഷ്ടം വരില്ല, നാട്ടുകാർക്കും നഷ്ടം വരില്ല. കാരണം എന്താ? അയാൾ പിന്നീട് ആ സക്കാത്ത് സംരംഭത്തെ സഹായിച്ചുകൊണ്ടിരിക്കും. അത് നല്ലൊരു ഉദാഹരണം എനിക്കറിയാം. ഞാൻ ഇവിടെ ഒരു 10-15 വർഷം മുമ്പ് നമ്മൾ കോഴിക്കോട് മിഠായി തെരുവിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ അങ്ങാടിയിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ്. അവനെ കാണാൻ പോയി. കണ്ടു തിരിച്ചു വന്നപ്പോഴേക്ക് പോക്കറ്റ് ആരോ അടിച്ചു പോയിട്ടുണ്ട്. ഒറ്റ പൈസ കയ്യിലില്ല. അത് നേരെ കയറി തന്നെ മൊയ്തീൻപള്ളിയിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ ഒന്ന് സംസാരിച്ചു. ആ സംസാരത്തിൽ അയാൾ സത്യം എന്താണെന്ന് തോന്നി. അയാൾക്ക് എത്ര ആവശ്യമുള്ളൂ? അയാൾക്ക് നാട്ടിലെ കോട്ടയോ കൊല്ലം എവിടെ സ്ഥലം, നാട്ടിലെത്താനും അവിടെ എത്തുന്നത് വരെ ഭക്ഷണം കഴിക്കാനുള്ള പൈസ ആണ്. ഇത്ര ആവശ്യം. അപ്പോൾ മൊയ്തീൻപള്ളി കമ്മിറ്റിയിൽ പൈസ ഉണ്ട്. ഞാൻ അവരെടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അവരെടുത്ത് കൊടുത്തു പൈസ. ചിലർക്കൊക്കെ ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു. അയാൾ ഒരു മുസ്ലിമാണ്, ഈ പറഞ്ഞ സത്യമാണ് പറഞ്ഞ, അല്ലെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം? അപ്പോൾ അങ്ങനെ കൊടുത്തു. അയാളതുമായി പോയി നാട്ടിലെത്തി ഉടനെ അയാൾ എന്ത് ചെയ്തു? ആ പൈസ തിരിച്ചയച്ചു. തിരിച്ചയച്ചു എന്ന് മാത്രമല്ല, അയാൾ അടുത്ത മാസം വിദേശത്ത് പോയി. വിദേശത്ത് പോയിച്ച് ആദ്യം കിട്ടിയിരിക്കുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം ഈ ഫണ്ടിലേക്ക് അയച്ചു കൊടുത്തു. ഒരാൾ പ്രത്യേകം പറഞ്ഞെന്താരോ, ഇതുപോലെ കുടുങ്ങി വരുന്ന ആളുകളെ സഹായിക്കാൻ ഈ പണം ഉപയോഗിക്കണമെന്നാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് നഷ്ടം ഒരിക്കലും വരില്ല അങ്ങനെ ആളെ സഹായിച്ചുകൊണ്ട്. മാത്രമല്ല അതൊരു വളരെ അനിവാര്യമായ നിർബന്ധമായ ബാധ്യതയാണ്. അതും ഞാൻ പറഞ്ഞ പോലെ അയാളുടെ മതവും ജാതിയും നോക്കി കൊടുക്കേണ്ട കാര്യമല്ല, അയാൾ മനുഷ്യനാണോ നോക്കി കൊടുക്കേണ്ട കാര്യമാണ്. ഇബ്നു സബീൽ എന്ന് പറയുമ്പോൾ അതാണ്, അയാൾ മനുഷ്യനാണോ പരിഗണിക്കേണ്ടതുള്ളൂ, വേറൊന്നും പരിഗണിക്കേണ്ടതില്ല. ശരി, ഇങ്ങനെ ഈ 8 വിഭാഗം, ഫക്കീർ, മിസ്കീന്, ആമില്, മുഅല്ലഫത്ത് ഖുലൂബ്, റിഖാബ്, ഗാരിമ്, ഫീ സബീലില്ലാ, പിന്നെ ഇബ്നു സബീൽ, ഈ 8 വിഭാഗമാണ് സക്കാത്തിന്റെ യഥാർത്ഥ അവകാശികൾ. എന്ന് മാത്രമല്ല, ഇന്നമാണ് പ്രയോഗിച്ചത്. ഇവര് മാത്രമേ ഉള്ളൂ, വേറെ ആരില്ല. ഇതല്ല എവിടെയെങ്കിലും എന്റെ വാപ്പാനെ പറഞ്ഞോ? ഇതല്ലോ എന്റെ ഉമ്മാനെ, മക്കളെ, കുടുംബത്തിനെ, ഞാനുമായി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാർ ഉണ്ടാവല്ലോ, അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെ ആരെയും പറഞ്ഞോ? ഇല്ല. ഈ 8 വിഭാഗം മാത്രമാണ് സക്കാത്തിന്റെ അവകാശികൾ. അതുകൊണ്ട് തന്നെ സക്കാത്തിന്റെ മുതല് എനിക്കിഷ്ടപ്പെട്ട രൂപത്തിൽ എന്റെ താല്പര്യപ്രകാരം ഞാനുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് നേരിട്ട് കൊടുക്കാനുള്ള ഒരു വകുപ്പും ഇല്ല. അങ്ങനെ വകുപ്പേ ഇല്ല. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. എന്നാൽ സക്കാത്തല്ലാത്ത എന്തെല്ലാം ദാനധർമ്മങ്ങളുണ്ടോ അവിടെ ഒന്നാം സ്ഥാനം കുടുംബത്തിനാണ്. ഒന്നാം സ്ഥാനം കുടുംബത്തിന്. ചിലയിടത്ത് മാതാപിതാക്കൾ തന്നെ ആദ്യം എണ്ണിയത്, പിന്നെ ബാക്കിയുള്ളവര്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ താഴെ വരുന്നുണ്ട് അതിന്റെ ആയത്തുകൾ. നമുക്കത് അതിന്റെ കൂടെ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് അപ്പൊ പോകുന്നില്ല. അപ്പൊ ഈ 8 വിഭാഗത്തിനെ സക്കാത്ത് ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ സക്കാത്തിന്റെ വീതം എന്റെ കുടുംബത്തിൽ കൊടുക്കട്ടെ, എന്റെ കുടുംബത്തിൽ പ്രയാസപ്പെടാക്കാൻ അവർക്ക് കൊടുക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തുപോയി എന്ന് പറയാൻ വല്ല ഒപ്പുണ്ടോ? ഇത് ഞാൻ ഈ വിഷയം കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ആയത്ത് വെച്ച തന്നെയാണ്. ഈ ആയത്ത് ഇവിടെ എടുത്തെടുത്ത് നിങ്ങളുടെ കയ്യിലും ഒരു പ്രമാണമാണല്ലോ. നിങ്ങൾക്ക് സ്വയം നമുക്ക് ബോധ്യപ്പെടാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും ഒരു പ്രമാണം കയ്യിൽ വേണം. ആ നിൽക്കാൻ ഞാൻ ഈ വിഷയം എടുത്തിട്ട്, അല്ലാതെ നമുക്ക് അറിയാത്തതുകൊണ്ടല്ല. അപ്പൊ ഈ 8 വിഭാഗം എന്ന് പറയുന്നു ഫരീളത്തുൻ മിനല്ലാഹി. ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട സംഗതിയാണ്. ഫറളം എന്നാൽ നിശ്ചയിച്ചു, അല്ലെങ്കിൽ നിർബന്ധമാക്കി എന്നൊക്കെ അതിന്റെ അർത്ഥം. അള്ളാഹുവിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാണെന്ത് ഈ പറഞ്ഞത്. അതാണ് സക്കാത്ത് എന്ന് പറഞ്ഞത്. അപ്പോ നിർബന്ധ ദാനം കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇത് കേവലം സദക്കല്ല. വല്ലാഹു അലീമുൻ ഹക്കീം. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. ഇവിടെ അള്ളാഹു എല്ലാം അറിയുന്നവനെന്ന് മനസ്സിലായാൽ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാവില്ലേ? അതിനർത്ഥം നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലെ? എന്ന് പറഞ്ഞാൽ ഇത് ഈ വിഭാഗത്തിലേക്കൊക്കെ സക്കാത്ത് കൊടുക്കാന്ന് പറയുമ്പോ അത് കൊടുക്കുന്നവന്റെയും വാങ്ങുന്നവന്റെയും അവസ്ഥയും മനസ്സും കൃത്യമായി പഠിച്ചവനറിയാം. 2, അവന് വളരെ യുക്തിബോധത്തോടു കൂടി മാത്രമാണ് ഈ സക്കാത്തിനെ ഇത്ര കൃത്യമായി വ്യവസ്ഥാപിതമായി അതിങ്ങനെ കഷ്ടിച്ചു കൊടുത്ത്. ആ യുക്തിയെ മറികടക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ നമ്മുടെ യുക്തി അവിടെ ഒരിക്കലും കയറി വരില്ല എന്നർത്ഥം. പഠിച്ചവന്റെ യുക്തി തന്നെയാണ് അവിടെ സ്വീകരിക്കേണ്ടത്. അതിനാ നിലക്ക് കാണാം. അതിനകത്ത് അടുത്ത ആയത്തിലേക്ക് പോവാം. സൂറത്തുൽ ബഖറ 177. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين
وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതല്ല പുണ്യം. എന്നാൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും സ്വത്തിനോട് പ്രിയമുണ്ടായിട്ടും അത് ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കനും ചോദിച്ചു വരുന്നവർക്കും അടിമമോചനത്തിനും നൽകുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും കരാറിൽ ഏർപ്പെട്ടാൽ അത് നിറവേറ്റുകയും വിഷമതകളും ദുരിതങ്ങളും നേരിടുമ്പോഴും യുദ്ധരംഗത്തും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തവരാരോ അവരാകുന്നു പുണ്യവാന്മാർ. അവരാകുന്നു സത്യം പാലിച്ചവർ. അവർ തന്നെയാകുന്നു ദോഷബാധയെ സൂക്ഷിച്ചവർ. ഇത് നമ്മളിപ്പോ ഈ നോമ്പിന് ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തു അല്ലെ? എല്ലാം ചെയ്തത് നമ്മുടെ തഖ്വയുള്ളവരായി മാറാനാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് പുണ്യം, ആരാണ് തഖ്വയുള്ളവൻ എന്ന് വളരെ കൃത്യമായി ആർക്കും ഒരു സംശയം ഉണ്ടാവാത്ത വിധം ഖുർആൻ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരായത്താണത്. എന്താണ് പുണ്യം, ആരാണ് പുണ്യവാൻ, അതുപോലെ തന്നെ എന്താണ് തഖ്വ, ആരാണ് മുത്തഖി, ഈ സംഗതികളെ വളരെ കൃത്യമായി വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടാവുന്ന വിധത്തിലുള്ള ഒരു ആയത്ത്. വേണമെങ്കിൽ ഒരു വ്യാഖ്യാനത്തിന്റെയോ വിശദീകരണത്തിന്റെയോ ആവശ്യമില്ലാതെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംഗതി. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ അയാൾ ആരായി? മുത്തഖിയായി. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിന്റെ പ്രത്യേകത ഇതിൽ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ഒരുപോലെ പറയുന്നതാണ്. ഖുർആനിന്റെ ശൈലിയിൽ, അതിന്റെ സമീപന രീതിയിൽ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ഒരുപോലെ പഠിപ്പിക്കുന്നു. അതാണ് ഈ ആയത്തിന്റെ പ്രത്യേകത. ഈ ആയത്തിറങ്ങുന്ന ഒരു പശ്ചാത്തലം, പ്രവാചക തിരുമേനിക്ക് നമസ്കാരം നിർബന്ധമായ ഘട്ടത്തിൽ അവര് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞാൽ നമസ്കരിച്ചത് നമുക്കറിയാലോ. പക്ഷെ റസൂലുള്ളാഹിയുടെ ആഗ്രഹവും താല്പര്യവും ലോകത്താദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന പരിശുദ്ധ കഅബയിലേക്ക് തന്നെ തിരിഞ്ഞ് നമസ്കരിക്കാൻ എന്ന ആഗ്രഹം, താല്പര്യം അങ്ങനെയാണ്. ആ ആഗ്രഹം അള്ളാഹു അംഗീകരിക്കുകയും അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുവാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ഖിബലയെ മാറ്റിക്കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഖിബല മാറ്റിയപ്പോ നബിക്കെതിരെയും അതുപോലെ സ്വഹാബത്തിനെതിരെയും ഒക്കെയുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ജൂതന്മാരും ക്രൈസ്തവരോടുണ്ട്. പല നിലക്കുള്ള ആക്ഷേപങ്ങളുണ്ട്. അതിന്റെ കൂടെ അവർ ഒന്നുകൂടി വെച്ചു, ഈ മുഹമ്മദ് ഒരു പുതിയ മതക്കാരൻ തന്നെയാണ്. അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് നമ്മൾ എത്രയോ പൂർവ്വകാലന്മാരുടെയും ആളുകൾ അങ്ങോട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോ എത്രയോ പൂർവികമായി നമ്മൾ തിരിഞ്ഞു നിൽക്കുന്ന ഖിബ്ലയെ ഈ മുഹമ്മദ് മാറ്റിയിരിക്കുന്നു. ഇതൊരു പൊളിച്ചെഴുത്താണ്. അങ്ങനെയുള്ള മുഹമ്മദിനെ അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലയോ? അന്ന് ആ വിഷയത്തിൽ മുസ്ലിങ്ങളും മുസ്ലിം അല്ലാത്തവരും തമ്മിൽ ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങളൊക്കെ എന്തിനാ? യഥാർത്ഥത്തിൽ എന്താണ് പുണ്യം അത് മനസ്സിലാക്കി നിലകൊള്ളണമെന്ന ആഗ്രഹത്തിന്റെ പേരിലാണ്. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്തു? അത് ഇടപെട്ടു. എന്നിട്ട് പറയാ ലൈസൽ ബിർറ, പുണ്യമല്ല, അല്ലെങ്കിൽ പുണ്യം ഈ പറയുന്നതല്ല. ബിർറ് എന്ന പുണ്യം, ബിർറ് എന്ന പദത്തിന് പുണ്യം എന്നർത്ഥമുണ്ട്, പുണ്യവാൻ എന്നർത്ഥമുണ്ട്. രണ്ടിനത് വഹിക്കും. ലൈസൽ ബിർറ പുണ്യമല്ല, അല്ലെങ്കിൽ പുണ്യവാനല്ല. എന്ത്? അൻ തുവല്ലോ വുജൂഹക്കും, വല്ലാ യുവല്ലി എന്ന തിരിച്ചു, വല്ലാ എന്ന തിരിച്ചു, തവല്ല എന്ന തിരിഞ്ഞു, വല്ലാ തിരിച്ചു, വല്ലാ വല്ലാ യുവല്ലി. അൻ തുവല്ലു നിങ്ങൾ തിരിക്കുന്നത്, വുജൂഹക്കും നിങ്ങളുടെ മുഖത്തെ, നിങ്ങളുടെ മുഖത്തെ നിങ്ങൾ തിരിക്കുന്നതിലല്ല പുണ്യം, അല്ലെങ്കിൽ അതല്ല പുണ്യം. ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി, ഖിബൽ എന്നാൽ ഒന്നിനു നേരെ അഭിമുഖമായി കിബൽ, അതിനാണ് കിബില ഉണ്ടായത്. കിബില എന്ന് പറഞ്ഞാൽ അഭിമുഖീകരിക്കുവാനുള്ള ഇടം, ഏരിയ, സ്ഥലം, കിബില. അപ്പൊ കിബലൽ മശ്രിഖി കിഴക്കോട്ട് അഥവാ കിഴക്ക് ഭാഗത്തേക്ക്, അല്ലെങ്കിൽ വൽ മഗ്രിബി പടിഞ്ഞാറ് ഭാഗത്തേക്ക്, ഉദയസ്ഥാനത്തേക്കോ അസ്തമയ സ്ഥാനത്തേക്കോ
അല്ലെങ്കിൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നിങ്ങൾ മുഖം തിരിക്കുന്നതിലല്ല പുണ്യം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം അതിലൊരു പുണ്യവും ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മറികടന്നിട്ടാണ് നിങ്ങൾ ഈ പുണ്യം സ്വീകരിക്കുന്നെങ്കിൽ അത് പുണ്യമില്ലാന്ന് പറയുന്നത്. ഒരു പുണ്യം കിട്ടണമെന്ന നിലക്കാണ് നിങ്ങൾ ഈ വിഷയത്തിൽ വാശി പിടിച്ചതിന് പിന്നാലെ പോകുന്നെങ്കിൽ അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ട വളരെ അർത്ഥവത്തായിരിക്കുന്ന കാര്യങ്ങൾ വേറെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താണല്ലോ ചെയ്തത്. അപ്പൊ ഇതിൽ പുണ്യമുണ്ട്. അതുകൊണ്ടാണ് കിബിലക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക എന്നുള്ളത് നമസ്കാരത്തിന്റെ ഷർത്തുകളിലൊന്നായി മാറിയത്. കിബില ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പൊസിഷനിലാണെങ്കിൽ അങ്ങോട്ട് വരെ തിരിഞ്ഞ് നമസ്കരിക്കണം. അതാണ് പറഞ്ഞത്. അപ്പൊ ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ, എന്നാൽ യഥാർത്ഥത്തിൽ പുണ്യം അല്ലെങ്കിൽ പുണ്യവാൻ മൻ ഒരാളാണ് ആമന ബില്ലാഹി, അയാൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തിനും, വൽ മലായികത്തി, മലക്കുകളിൽ, വൽ കിതാബി, വേദഗ്രന്ഥത്തിൽ, വൽ നബിയീന, പ്രവാചകന്മാരിൽ. ഇത്ര പറഞ്ഞു പോ വിശ്വാസകാര്യങ്ങൾ. എത്ര? 5. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസകാര്യങ്ങൾ 5ആണ്. അതിന്റെ അർത്ഥം 6ാമതൊന്നില്ല എന്നല്ല. 6ാമത്തേത് 1ാമത്തതിൽ ചേർന്ന് പോകുന്ന അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. നമ്മൾ 6ാമത്തെ എന്താ? വൽ ഖദീർ അല്ലെ, ഖദറിലുള്ള വിശ്വാസം. ഖൈറും ഷർറും അള്ളാഹു, ഞാൻ വീണ്ടും പറയുമ്പോൾ ശ്രദ്ധിക്കുക, അള്ളാഹു എന്നാണ് എന്ന് നമ്മുടെ ധാരണ ഉണ്ടല്ലോ, ആ വിശ്വാസം. അത് ഒരു 6ാമത്തെ നമ്പറായി ഹദീസുകൾ കാണാൻ പറ്റും. ഒരു 6ാമത്തെ നമ്പറായി സ്വീകരിച്ചില്ലെങ്കിൽ അത് 1ാമത്തെ നമ്പറിലേക്ക് ചേർന്ന് വരുന്നതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണെന്ത്? ഖൈറ് നൽകുന്നവനാണ്, അവൻ നൽകുന്നത് ഖൈറാണ്, അത് ഷർറാക്കി മാറ്റുന്ന നമ്മളാണ്. അതുകൊണ്ട് ബേസ് അവിടെയാണ്. അതുകൊണ്ട് വേറെ പറയാറുണ്ട് ഖുർആൻ. ശരി, അപ്പോ 6 വിശ്വാസ കാര്യങ്ങൾ, അതിൽ 5 ഇവിടെ എണ്ണി, പക്ഷെ 6 നോക്കുള്ളൂ. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല, കാരണം ഈമാൻ കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് വേറെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് അതിലേക്ക് പിന്നെ പോവാം. ഇപ്പൊ നമ്മൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗത്തേക്ക് മാത്രം തിരിയാണ്. ഇനി പറയുന്നത് ഇസ്ലാം കാര്യങ്ങളാണ്. ഖുർആന്റെ സ്റ്റൈലിലുള്ള ഇസ്ലാം കാര്യങ്ങൾ. ഹദീസിലെ ഇസ്ലാം കാര്യങ്ങൾ എന്താ? അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലേ? പിന്നെ ഇഖാമ സ്വലാ വ ഈതാഇ സക്കാ, പിന്നെ വ സൗമി റമളാൻ വൽ ഹജ്ജുൽ ബൈത്ത്. അതാണ് ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ബുനിയൽ ഇസ്ലാം അല ഹംസിൻ എന്ന് പറഞ്ഞാൽ അതിലൂടെ നമ്മൾ മനസ്സിലാക്കിയ സംഗതി ഇസ്ലാം കാര്യതാണ്. അതിന്റെ ഓർഡർ എങ്ങനെയാണ്? 1 ഷഹാദത്ത്, 2 നമസ്കാരം, 3 സക്കാത്ത്, 4 നോമ്പ്, 5 ഹജ്ജ്. നോമ്പും ഹജ്ജും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞാൽ ഹദീസുകളും കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 4ാമത്തത് ഹജ്ജും 5ാമത്തെ നോമ്പുമായിട്ട് പറഞ്ഞ ഹദീസ് കാണാൻ പറ്റും. എന്നാൽ ബാക്കി ഓർഡറിലൊന്നും എവിടെ മാറ്റം വരുത്തിയില്ല. ഇവിടെ ഖുർആൻ ഇസ്ലാം കാര്യം പറയുന്നു. 1ാമത്തെ കർമ്മം ആത്തൽ മാല, നിങ്ങൾ സമ്പത്ത് കൊടുക്കുക. അത് 1ാമത്തെ മാർഗം, 1ാമത്തെ ഇസ്ലാം കാര്യം. സമ്പത്ത് വിനിയോഗിക്കുക. എങ്ങനെ വിനിയോഗിക്കുന്നത്? അലാ ഹുബ്ബിഹി, ഹുബ്ബ് എന്ന സ്നേഹം, ഇഷ്ടം, താല്പര്യം. അതിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരിക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരിക്കെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കെ നിങ്ങൾ സമ്പത്ത് വിനിയോഗിക്കുക, ചെലവഴിക്കുക, കൊടുക്കുക. അതുതന്നെയാണ് ഖുർആന്റെ അവതരണത്തിന് ഓർഡർ തന്നെയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചാണ്, 5 വക്ത് നമസ്കാരം അതിന്റെ രൂപവും ഭാവവും ഒക്കെ നിശ്ചയിച്ച് പ്രവാചകരിലൂടെ മുസ്ലിം സമൂഹത്തിന് നിർബന്ധമാകുന്നത് ഹിജ്റ പ്രവാചകരുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഒരു 10 കൊല്ലത്തിന് ശേഷമാണ്. മനസ്സിലായല്ലോ? എന്നാൽ പ്രവാചക പ്രബോധനത്തിന്റെ പ്രഥമ ഘട്ടത്തിന് നിർബന്ധമായ കാര്യമാണെന്ത്? സാമൂഹ്യക്ഷേമ പ്രവർത്തനം. അമ്മൽ യതീമ ഫലാ തഖ്ഹർ വ അമ്മ സായില ഫലാ തൻഹർ എന്ന് പറയുന്നത് കിട്ടും. മനസ്സിലായല്ലോ? അനാഥരുടെയും അഗതികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നതാണ് പ്രവാചക തിരുമേനിക്ക് ലഭിച്ചിരിക്കുന്ന 1ാമത്തെ അജണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 കൊല്ലം എന്താണ് നമസ്കാരം ഈ പറഞ്ഞ കോലത്തിന്റെ രൂപത്തിലേക്ക് നിർബന്ധമാക്കുന്നത്. പക്ഷെ അവിടെയും ക്ലോസ് വെച്ചെന്താ? അനാഥരുടെയും അഗതികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാതെയാണ് പള്ളിയിൽ വന്നെങ്കിൽ സ്വർഗ്ഗമല്ല കിട്ടുക, നരകം കിട്ടുക. അപ്പൊ അതൊരു ക്ലോസാണ്. ഇനി അതിൽ കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വ അമ്മ സായില ഫലാ തൻഹർ എന്ന് ഖുർആൻ പറയുന്ന സമയത്ത് അനാഥരായി അഗതികളായി എത്ര മുസ്ലിങ്ങൾ ഉണ്ടാവും? ആകെ മുസ്ലിങ്ങൾ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ.
അതിൽ അനാഥരായി നോക്കിയിട്ട് ആരെയും കണ്ടിട്ടില്ല ആ സമയത്ത്. ആകെ ഉള്ളത് അലീബിൻ അബി താലിബാണ്. പക്ഷെ അലീബിൻ അബി താലിബ് കുട്ടിയാണെങ്കിലും അനാഥനായിട്ടില്ല. അപ്പോ ഈ ആയത്തിറക്കാൻ സമയത്ത് അബൂ താലിബ് ജീവിച്ചിരിപ്പുണ്ട്. മനസ്സിലായല്ലോ? അപ്പോ ഇത് ആർക്കാണ് കൊടുക്കാൻ പറഞ്ഞത്? അനാഥരായി നിങ്ങളുടെ മുമ്പിൽ കാണുന്ന മനുഷ്യരാരൊക്കെണ്ട് അവർക്കെല്ലാം. അപ്പൊ വീണ്ടും അത് ക്ലിയർ ആയില്ലേ? നമ്മൾ ഒരു സേവനം ചെയ്യുമ്പോൾ അയാളുടെ മതവും ജാതിയും നോക്കിയല്ല കൊടുക്കേണ്ടത്. ഏത് മതക്കാരനാവട്ടെ, മനുഷ്യനാണ്, നമുക്ക് അയാളെ അറിയാം. അയാളുടെ ആ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ എന്റെ കുട്ടിക്കും വരാം എന്ന് മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കാൻ പറ്റണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ശരി, ഒന്നാമത്തെ കർമ്മം സമ്പത്തിനോട് സ്നേഹമുണ്ടായിരിക്കെ, താല്പര്യമുണ്ടായിരിക്കെ അത് കൊടുക്കുക. ഇവിടെ പറഞ്ഞത് സമ്പത്താണ്, സക്കാത്തല്ല. സമ്പത്താണ് കൊടുക്കേണ്ടത്. സക്കാത്ത് സമ്പത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയ സാധനമാണ്. സമ്പത്ത് വേറെ തന്നെ. ആർക്കൊക്കെ കൊടുക്കാം? ഒന്ന് ദവിൽ ഖുർബ, ആദ്യം കൊടുക്കേണ്ട ബന്ധുക്കൾക്ക് തന്നെയാണ്. നാട്ടിൽ ഭയങ്കര സേവന പ്രവർത്തനം ചെയ്യുന്ന ഒരാള് കുടുംബത്തിന് പ്രയാസപ്പെടുന്ന ആൾക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ പറയുന്ന മാത്രമല്ല പടച്ചവനും പറയുന്ന പറഞ്ഞു. പടപ്പോഴും പറയും, പടച്ചവനും പറയും. കുടുംബത്തിന് തിരിഞ്ഞു നോക്കില്ല. കുടുംബത്തിൽ എത്ര പ്രയാസപ്പെട്ട ആൾക്കാരുണ്ട്, അവരൊന്നും ശ്രദ്ധിക്കൂല. എന്നിട്ട് നാട്ടിൽ ഭയങ്കര സേവന പ്രവർത്തനം ചെയ്യും. അത് അംഗീകരിക്കൂല എന്ന് തന്നെയാണ്. അപ്പൊ ഒന്നാമതായി നമ്മൾ സേവനം ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ്. ദവിൽ ഖുർബ. 2 വൽ യത്താമ, അനാഥര്. ഐത്താം എന്നതുപോലെ തന്നെയുള്ള മറ്റൊരു ജമ്മാണ് യത്താമ എന്ന് പറഞ്ഞത്. യത്തീം എന്നതിന്റെ 2 ജമ്മുകളിൽ ഒരു ജമ്മാണ് യത്താമ. വൽ യത്താമ, അനാഥര്. വൽ മസാക്കീൻ, മിസ്കീന്റെ ജമ്മ്, അഗതികള്, ദരിദ്രർ. ബബ്ന സബീൽ, പറഞ്ഞ് വഴിപോക്ക. അപ്പം ഇതൊക്കെ മനസ്സിലാക്കാൻ അറിയോ? സക്കാത്തിന്റെ അവകാശികളിൽ പറഞ്ഞ ചിലരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് സക്കാത്ത് അല്ലാത്ത നമ്മുടെ സാമ്പത്തിക വിനിയോഗത്തിൽ അവരെ ഉൾപ്പെടുത്താൻ, നേരിട്ട് കൊടുക്കാൻ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഭയാർത്ഥി നമ്മുടെ വീട്ടിൽ വന്നാൽ സക്കാത്ത് ഞാൻ കമ്മിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്, കമ്മിറ്റിയാണ് നിങ്ങൾക്ക് ഇനി പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെയല്ല വേണ്ടത്, ഞാൻ ദാനം ചെയ്യുന്ന ആളാണ്, നിങ്ങളുടെ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞ് വിടാൻ പറ്റണമെന്ന് പറഞ്ഞു. അപ്പോ വമിന സബീൽ. പിന്നെ വസ്സായിലീന, ചോദിച്ചു വരുന്നവർ. ഈ ചോദിച്ചു വരുന്നവർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ വിവക്ഷ ഒന്നുകൂടി മനസ്സിലാക്കണം. നമുക്കിപ്പോ റമളാൻ മാസമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത്, പ്രത്യേകിച്ച് റോഡ് സൈഡിലൊക്കെ താമസിക്കുമ്പോൾ ഒരുപാട് ആളുകൾ വരും, പല കാര്യങ്ങളും പറഞ്ഞിട്ട്. ആ കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കാം, ജെന്യൂൻ ആണോ എന്ന് പരിശോധിക്കാമൊക്കെ ചെയ്യാം. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും നൽകുകയും ചെയ്യാം. നൽകാം കുറച്ചൊക്കെ എന്തെങ്കിലും പറ്റുമെങ്കിലും. പക്ഷെ യഥാർത്ഥത്തിൽ ചോദിച്ചു വരാൻ പറഞ്ഞാൽ അവനവന്റെ കാര്യത്തിന് വേണ്ടി ചോദിച്ചു വരുന്ന ആൾക്കാരല്ല. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടില് ഒരു മാരകമായ രോഗം ബാധിച്ച് ഒരു ദരിദ്ര കുടുംബത്തിൽ ഒരു കുട്ടിയുണ്ട്. ചികിത്സക്ക് നല്ല സംഖ്യ വരും. അവര് ചിലപ്പോൾ പുറത്തിറങ്ങിയില്ലാന്ന് വരും. ഉള്ളത് വിറ്റ് പെറുക്കിയിട്ടാണ് അവർ ചികിത്സിക്കാൻ പോവുക. അതിന് അവസരം ഉണ്ടാവരുത്. അവരെ നമ്മൾ ഏറ്റെടുക്കണം. അപ്പൊ അത് ഏറ്റെടുക്കൽ എങ്ങനെയാ? ആ നാട്ടിൽ തന്നെ കമ്മിറ്റി ഉണ്ടാവും. ഒരു 10 ആൾ കൂടിയിട്ട് നമ്മൾ ആ പ്രശ്നം പരിഹരിക്കാം. അതിന് നമുക്ക് കുറച്ച് ആൾക്കാർ പോയി കാണാം. അങ്ങനെ മറ്റൊരാളുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്നൊരു ടീം, ആ ടീമിനെ നമ്മൾ അങ്ങനെ വെറും കൈയോടെ മടക്കി അയക്കരുത്. ചിലപ്പോൾ നമ്മൾ അവർക്ക് നല്ല ഉപദേശം കൊടുക്കും. കുട്ടിക്ക് എത്ര വയസ്സായി? 16 വയസ്സായിട്ടുള്ളൂ. രോഗം എന്താണ്? ക്യാൻസറാണ്. 18 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികളുടെയും ക്യാൻസർ ട്രീറ്റ്മെന്റ് സർക്കാർ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വെറുതെ എന്തിനാ പൈസ പിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപദേശിക്കാം. മനസ്സിലായല്ലോ? ആ ഉപദേശമല്ല കൊടുക്കേണ്ടത്, അവർക്ക് ആവശ്യമുള്ള സൗകര്യമാണ്. കാരണം സർക്കാർ ആശുപത്രികളിലും അതുമായി ബന്ധപ്പെട്ട ക്യാൻസർ സെന്ററുകളിലും ഒക്കെ ചികിത്സയ്ക്ക് എത്തണമെങ്കിൽ, എത്തിയാൽ തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ എത്ര കടമ്പകൾ ഉണ്ട് എന്നുള്ളതും എന്തെല്ലാം പ്രയാസങ്ങളും പരിസ്ഥിതികളും ബാക്കിയുള്ളവർ കൂടി അനുഭവിക്കേണ്ടതുണ്ടൊക്കെ അതിന്റെ ഭാഗമായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഉപദേശം കൊടുക്കല്ല, അവർക്ക് എന്തെങ്കിലും നന്നായി സഹായിക്കണം, പറ്റണമായിരിക്കും. അതിനു വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചു വരുന്നവരെ നമ്മൾ പരിഗണിക്കണം. അല്ലാതെ ചോദിച്ചു വരുന്നവരോട് റസൂൽ പറഞ്ഞാൽ തരോ? ചോദിച്ചു വന്നവരോട് ചോദിച്ചാൽ, അല്ല മോനെ നിനക്ക് ആരോഗ്യമുണ്ട്, എന്നാ ശരി, ഞാൻ അങ്ങാടി പോയി മഴ വാങ്ങിക്കൊണ്ട, എന്നിട്ട് മഴ വാങ്ങിക്കൊടുത്ത് നീ കാട്ടുപോയി വിറക് വെട്ടി ജീവിച്ചോ. എന്താ കാരണം? ആ വിറക് വെട്ടി ജീവിച്ചിട്ട് കിട്ടുന്ന വരുമാനമുണ്ടല്ലോ, ആ വരുമാനമാണ് നിനക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന ഈ സഹായത്തെക്കാൾ ഗുണകരം. കാരണം പരലോകത്ത് വരുമ്പോ
മുഖത്ത് മാംസമില്ലാത്ത അവസ്ഥയിൽ നീ വരേണ്ടി വരും എന്നൊക്കെ റസൂൽ പഠിപ്പിച്ചിരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് പരമാവധി നിരുത്സാഹപ്പെടുത്തണം അത്തരം കേസുകളെ പരമാവധി നിരുത്സാഹപ്പെടുത്തണം. ചിലതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടി വരും. ആ പരിഗണിക്കുന്നതിനും ഒരു ക്രമവും ചിട്ടയും ഉണ്ടാവണം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ സ്ഥിരമായി വരുന്നതുണ്ട്, ഏതെങ്കിലും പള്ളി കമ്മിറ്റി ലെറ്റർ ആയിട്ട് വരും. ഒരു പള്ളി കമ്മിറ്റി ലെറ്റർ, ഇയാള് പാവപ്പെട്ടവനാണ്, വീടില്ല, വീട് നിർമ്മാണത്തിന്റെ ഇതിലാണ്, അതുകൊണ്ട് ഇത്ര എമൗണ്ട് വരും, നിങ്ങൾ സഹായിക്കണം എന്നുണ്ട് കത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ആരുടെ ചോദിക്കാം, നമുക്ക് ഈ പള്ളി കമ്മിറ്റി നിങ്ങൾക്ക് എന്താ തന്നത് അത് ചോദിക്കാലോ. അയാൾ പറയും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയും. 2, ആ കമ്മിറ്റിക്കാരൻ ബന്ധപ്പെടാം. നിങ്ങളുടെ കത്ത് കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ള ആൾ വന്നിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഇയാൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്? നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന്റെ ഭാഗമായി ഞാൻ ഒരു ചെറിയ എമൗണ്ട് നൽകുന്നു, നിങ്ങളുടെ പേര് ചെക്കായി കൊടുത്തേക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിച്ചു നോക്കുന്നു. ഈ വരവ് അവസാനിക്കും, ഇത് അവസാനിക്കും. കാരണം ആ കമ്മിറ്റിക്കാർക്ക് മനസ്സിലാവും ഞങ്ങൾ ചെയ്തത് മഹാബദ്ധാണെന്നുള്ളത്. കാരണം എൻ്റെ മഹലിൽ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടായിട്ട് നമ്മൾ സുഖമായിട്ട് നല്ലൊരു പുരയും കൂടെയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കിടന്നുറങ്ങാണ്. ഈ സാധുവിനെ തണ്ടാൻ വേണ്ടി വിട്ടുകയാണ്. അതിനെന്താ നമ്മൾ ചെയ്തു കൊടുത്ത പണി? ഒരു ലെറ്റർ ഉണ്ടാക്കി അതിൽ സീലും വെച്ചെടുത്ത് ഒപ്പിട്ട് കൊടുത്തു. അത് അവസാനിപ്പിക്കാനുള്ള മാർഗ്ഗമാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹുസൈൻ മടവൂരാണ്. ഒരിക്കൽ മൊയ്തീൻ പള്ളി ഇതുപോലെ വന്ന ഒരു കേസ്, ഒരു കത്തേറ്റു നമ്മൾ മുമ്പറിന്റെ പേരോ ആ കമ്മിറ്റിന്റെ പേരിൽ ഒരു ചക്ക എഴുതി കൊടുത്തു. എന്നിട്ട് ആ ചക്ക അവിടെ കൊടുത്തിട്ട് അവരോട് വിളിക്കാൻ പറഞ്ഞു. അവർ വിളിച്ചു, ചക്ക് കിട്ടിയപ്പോൾ വിളിച്ചു. വിളിച്ചപ്പോ മടവൂർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇതിന് ചെയ്തത്? അപ്പൊ അവർ ഞങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ഞങ്ങൾ മൂപ്പരെന്താ ആവശ്യം പറഞ്ഞപ്പോ ഒരു കത്തുണ്ടാക്കി കൊടുത്തുന്നില്ല, ഇവിടെ സംവിധാനം ഒന്നുമില്ലായിരുന്നു. മടവൂർ അവർ കൃത്യമായിട്ട് സംസാരിച്ചു. അങ്ങനെ ചെയ്തത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ആ ആളുടെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. അതിലേക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങുകയാണെങ്കിൽ ഇയാൾ ഇറങ്ങുന്നതിനേക്കാൾ ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളാ ചെയ്യേണ്ടത്. അവർക്ക് ആ കാര്യം മനസ്സിലായി, അവർ ആ കാര്യം ഏറ്റെടുത്തു. ഈ ചെക്ക് അതിന്റെ ഉദ്ഘാടനമായി സ്വീകരിച്ചുകൊണ്ട് തന്നെ ബാക്കി പണം അവരുണ്ടാക്കി ആളുടെ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ സമൂഹത്തിലെ ഈ ഇറക്കുന്ന സംവിധാനം അവസാനിപ്പിക്കാനുള്ള മാർഗം അതാണ്. അപ്പൊ കൊടുക്കുന്നത് പോലും ഒരു വ്യവസ്ഥ വെച്ചായിരിക്കണം. ആ നിലക്ക് നമ്മൾ മാറി വരികയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ രംഗത്ത് വരുത്താൻ പറ്റും. അല്ലാത്ത നിലക്ക് ഇങ്ങനെ വരുന്ന എല്ലാ ചോദിച്ചു വരുന്ന ആളുകളെ മാക്സിമം നിരുത്സാഹപ്പെടുത്തി തന്നെ വിടേണ്ടത്, സംശയമൊന്നുമില്ല. അവരെ ചോദിച്ചതല്ലേ, ഏതായാലും വന്നതല്ലേ എന്ന നിലക്ക് നമ്മൾ അങ്ങനെ പരിഗണിക്കേണ്ട. അത് ഞാൻ പറഞ്ഞു, എല്ലാ വശം പറഞ്ഞു. ആ വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ സമീപിക്കേണ്ടത്. ശരി. വസാഇലിന, പിന്നെ വഫീരിഖാബ്, അടിമമോചനം സ്വന്തമായി ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ കുറച്ച് വിഭാഗങ്ങൾ പറഞ്ഞു. നമ്മൾ ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ പരിഗണിക്കേണ്ട വിഭാഗം: 1 കുടുംബങ്ങള്, 2 അനാഥര്, 3 അഗതികള്, 4 വഴിപോക്കൻ, 5 ചോദിച്ചു വരുന്നവര്, 6 അടിമ മോചനം. ഇതില് 2 വിഭാഗത്തെ അല്ല 3 വിഭാഗത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സക്കാത്തിനും പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോ സക്കാത്തിൽ പറഞ്ഞത് സക്കാത്തിന്റെ അടിസ്ഥാനത്തിൽ സക്കാത്ത് കമ്മിറ്റി കൊടുക്കേണ്ടതാണ്. അവരെ ഇവിടെ ഉൾപ്പെടുത്തിയത് കൊണ്ട് നമ്മുടെ സമ്പത്തിൽ നിന്ന്, സക്കാത്തിനുള്ള നമ്മുടെ സമ്പത്തിൽ നിന്ന് നമ്മൾ വിനിയോഗിക്കുമ്പോൾ ഇവരെയും പരിഗണിക്കണം, അല്ലെങ്കിൽ പരിഗണിക്കാം എന്നേ അർത്ഥമുള്ളൂ. നമ്മുടെ സമ്പത്ത് കൊണ്ട് ആദ്യം അർഹതപ്പെട്ടത് നമ്മുടെ കുടുംബങ്ങളാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ 2 കാര്യം മനസ്സിലായല്ലോ. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിടത്ത്, അതിന്റെ അവകാശികളെ പറഞ്ഞിടത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ഒരാളെയും എണ്ണിയിട്ടില്ല. എന്നാൽ സ്വതക്കയെ കുറിച്ച് പറഞ്ഞപ്പോ ഒന്നാമത് പറഞ്ഞത് കുടുംബത്തെയാണ്. അതിന്റെ അർത്ഥം 2.5% എന്ന വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് സക്കാത്തായിട്ട് പോകുന്നത്. ബാക്കി 97 നമ്മുടെ കയ്യിൽ തന്നെ തന്നത് അത് മൊത്തം നമുക്ക് വിഴുങ്ങാനല്ല. മനസ്സിലായില്ലേ? അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നല്ലൊരു ഭാഗം മാറ്റിവെക്കണം. അതാണ് പറഞ്ഞു വെച്ചത്. അത് ആ നിലക്ക് ഉൾക്കൊള്ളാം. ഇനി ഇപ്പൊ ഒന്നാമത്തെ കർമ്മം പറഞ്ഞോട്ടോ. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തെ കർമ്മം എന്താണ്? സമ്പത്ത് അള്ളാഹു പറഞ്ഞ ഈ മാർഗത്തിലൊക്കെ വിനിയോഗിക്കുക. 2ാമത്തെ കർമ്മം അഖാമ സ്വലാത്ത, നമസ്കാരം മുറപോറെ നിർവഹിക്കുക. വീണ്ടും പറയുന്നു 3ാമത്തെ കർമ്മം ആത്ത സക്കാത്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ അതില്? കൃത്യമായിട്ടാ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് നമ്മുടെ സമ്പത്ത് കൊടുക്കാനാ പറഞ്ഞത്. 2ാമത് സക്കാത്ത് വേറെ തന്നെ പറഞ്ഞത്. സക്കാത്ത് വേറെയാണ്, സാമ്പത്തികമായ മറ്റു സഹായങ്ങളൊക്കെ
മറ്റൊന്നാണ്. അത് രണ്ടും ബോധ്യപ്പെടാവുന്ന വിധം അള്ള തന്നെ ഇസ്ലാം കാര്യങ്ങൾ എണ്ണിയപ്പോ സാമ്പത്തിക ക്രമത്തിൽ രണ്ടെണ്ണം ഒരുമിച്ച് എണ്ണി. ഇനി സംശയം ഉണ്ടാവില്ലല്ലോ. അതാണ് ക്ലിയർ ആവണം. അതിനെന്താണ് ഖുർആൻ പറഞ്ഞത്? അപ്പൊ ക്ലിയർ ആവും. നമ്മുടെ പണം നീ 97 നിന്ന് ഈ പറഞ്ഞ കുടുംബം വേണ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലൊക്കെ കൊടുക്കാം. 2.5% സക്കാത്തായി പ്രത്യേകം മാറ്റിവെക്കണം. അതെന്നെ സൂചിപ്പിച്ചത്. ഇനി പറയുന്ന കാര്യങ്ങൾ ഔഫ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിച്ചു എന്നതിനർത്ഥം. ഔഫ പൂർത്തീകരിച്ചു. വഫ എന്ന് പറഞ്ഞാൽ പൂർണ്ണത. ഒരു സംഗതി ഒരു കരാറിൽ ഏർപ്പെട്ടാൽ അത് പൂർത്തീകരിക്കുക അഥവാ അത് പാലിക്കുക. അതിനാ പദം ഉപയോഗിക്കുന്നത് ഔഫ. വൽമൂഫൂന അവര് പാലിക്കുന്നവരാണ്, അല്ലെങ്കിൽ പുലർത്തുന്നവരാണ്, അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്നവരാണ്. എന്ത്? ബി അഹദിഹിം അവരുടെ കരാറുകൾ. അഹദ് കരാറ് വ്യവസ്ഥകൾ. ഇദാ ആഹദു കരാർ ചെയ്താൽ അത് പാലിച്ചിരിക്കണം. അപ്പോ ആരുമായും എന്ത് കാര്യത്തിലാണെങ്കിലും കരാർ ഉണ്ടാക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. വെറുതെ പോയി കരാറിൽ ഒപ്പിടരുത്. ഒരു കരാറിലും വെറുതെ ചേരരുത്. നന്നായി ശ്രദ്ധിക്കണം. എന്താ കാരണം? ഇതെനിക്ക് പുലർത്താൻ പറ്റുമോ, പാലിക്കാൻ പറ്റുമോ? നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിൽ ഒപ്പിട്ടാൽ മതി. ഏത് കരാറും, അത് വാക്കാലുള്ള കരാറാണെങ്കിലും രേഖാമൂലമുള്ള കരാറാണെങ്കിലും നമുക്കത് പാലിക്കാൻ കഴിയുമെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിന് പോയാൽ മതി. ഇല്ലെങ്കിൽ കരാറിൽ ഏർപ്പെടരുത്. ഏർപ്പെട്ടാൽ അത് പാലിച്ചിരിക്കണം, നിറവേറ്റിയിരിക്കണം. അത് ഇസ്ലാമികമായി ഇസ്ലാമിക് കാര്യങ്ങൾ എന്ന നിലക്ക് ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന സുപ്രധാനമായ കാര്യമാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന കരാറുകൾ. എന്നാൽ നമ്മൾ നേരിട്ടുണ്ടാക്കിയതല്ലാത്ത, എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു കരാറുണ്ട്. ആ കരാറെന്താ? അത് പടച്ചോനുമായി ബന്ധപ്പെട്ട കരാറാണ്. ആ കരാർ നമ്മൾ എല്ലാ ദിവസവും പുതുക്കുന്നുണ്ട്. അത് നമ്മൾ അറിയണ്ടോ അറിയില്ല, പുതുക്കൽ പരിപാടി നടക്കുന്നുണ്ട്. എങ്ങനെ പുതുക്കല്? അല്ലാഹു അക്ബർ, അള്ള ഏറ്റവും വലിയാണ്, അതിനകം വലിയ കാര്യം പറഞ്ഞില്ല. എന്നിട്ട് പറയുന്നു വജ്ജഹതു വജ്ഹിയ ലില്ലദി ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാനിപ്പോ എന്നെ തിരിച്ചു വെച്ചത് ഈ പറഞ്ഞ മഹാന്റെ അടുത്തേക്കാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ മഹാന്റെ അടുത്തേക്ക് ഞാനിപ്പോ എന്നെ അങ്ങ് തിരിച്ചു വെച്ചു. മൊത്തം മാത്രമല്ല, എന്നെ മൊത്തത്തില്. എന്നിട്ട് പറയുന്നു ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ കരാർ പുതുക്കലാണിത്. എന്റെ നമസ്കാരം, മറ്റു ആരാധനകൾ, എന്റെ ജീവിതം, അതുവഴി എന്റെ മരണവും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയാണ്. മനസ്സിലായല്ലോ? എല്ലാ ദിവസവും ഈ കരാർ നമ്മൾ ഒരു 5 പ്രാവശ്യമെങ്കിലും മിനിമം പുതുക്കുന്നുണ്ട്. പക്ഷെ എത്ര പ്രാവശ്യം അത് ജീവിതത്തിലൂടെ പുതുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ കരാറുകൾ അത് പാലിക്കണം. വൽ മൂഫൂന ബി അഹദിം ഇദാ അഹദു. പിന്നെ വസ്വാബിരീന ക്ഷമ അവലംബിക്കണം. ക്ഷമാലുക്കൾ എപ്പോ ഫിൽ ബഅസാഇ വൽ ളറാഇ. ബഅസ എന്നാൽ ഈ വിഷമങ്ങൾ. മനുഷ്യനാണ്, ജീവിതത്തിൽ പല വിഷമങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അതുപോലെ വൽ ളറാ ദുരിതങ്ങൾ, ലറൂറത്ത് ദുരിതങ്ങൾ, രണ്ടും പരസ്പര സാമ്യതയുള്ള പദങ്ങളാണ്. വിഷമങ്ങളും ദുരിതങ്ങളും വരുമ്പോ ക്ഷമിക്കണം. പിന്നെ ഹീനൽ ബഅസി. ഹീനൽ ബഅസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്ദേശം യുദ്ധമാണ്. ഒരു ഇസ്ലാമിക സമൂഹത്തിന്, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് എന്ത് വേണ്ടി വരും? ഇസ്ലാമിന് വേണ്ടി തന്നെ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരും. അങ്ങനെ വരുമ്പോ അവിടെ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ കൈമുതൽ ക്ഷമ തന്നെയാണ്. ക്ഷമ ഏറ്റവും വലിയ കൈമുതലാണ്. യുദ്ധത്തിന് ഇറങ്ങുമ്പോഴും, യുദ്ധത്തിന് ഒരുങ്ങുമ്പോഴും, യുദ്ധത്തിനിടയിലും. അപ്പോ ഇങ്ങനെ ക്ഷമിക്കുക എന്നുള്ളത് യുദ്ധത്തിന്റെ ഒരു വിഷയം ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചോളം വല്ലാതെ വരുന്നില്ല. പക്ഷെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും ഒരുപോലെ വരുന്ന സംഗതിയാണ്. ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ. അവിടെ നമ്മൾ വാവിട്ട് കരയാനും വേവലാതിപ്പെടാനും അല്ല ശ്രമിക്കേണ്ടത്. പിന്നെ നല്ല ക്ഷമ അവലംബിക്കാൻ പറ്റണം. അവിടെയാണ് അയ്യൂബ് നബിയുടെ ഒക്കെ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാവുക. അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബിയുടെ പ്രാർത്ഥന ശ്രദ്ധേയമാണെന്നാണ്. എന്താ ശ്രദ്ധേയമാണെന്ന് പറയാൻ കാരണം ആ പ്രാർത്ഥിക്കുന്ന സന്ദർഭം അതിലേറെ ശ്രദ്ധേയമായതുകൊണ്ടാണ്. രോഗം ബാധിച്ച് എല്ലാ കുടുംബങ്ങളും കൂട്ടുകാരും ബന്ധുക്കളും മിത്രങ്ങളും കംപ്ലീറ്റ് വിട്ടുപോയി. എല്ലാം നശിച്ചു. ഈ സമയത്തും അദ്ദേഹം പ്രാർത്ഥിക്കുന്ന വാചകം എന്താ?
എന്തിനാണ് പടച്ചവൻ എന്നെ അങ്ങനെ കഷ്ടപ്പെടുത്തിയെന്നല്ല, പിന്നെ പടച്ചവനെ നീ കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ, ആ കാരുണ്യം എനിക്ക് നൽകണേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു വല്ലാത്ത ഒരു ഉറപ്പ് വേണം. വല്ലാത്ത ഉറപ്പ് എന്താ? ഈ ഭൂമിയിലുള്ള സകല മനുഷ്യന്മാരും എന്നെ സഹായിക്കാൻ എത്തിയാലും എല്ലാ സമ്പത്തും കൊണ്ടുവന്ന് ചൊരിഞ്ഞാലും അള്ളാഹുവെ നിന്റെ കാരുണ്യമില്ലെങ്കിൽ, നിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ ഇതൊക്കെ അസ്ഥാനത്താണ്, ഒരു കാര്യം ഉണ്ടാവില്ല. മറിച്ച് ആരും എന്നെ സഹായിക്കാനില്ലെങ്കിലും ഒന്നും എനിക്ക് കൂട്ടായില്ലെങ്കിലും നിന്റെ തൗഫീഖ്, നിന്റെ കാരുണ്യം, നിന്റെ കൃപയുണ്ടെങ്കിൽ അത് മാത്രം മതി. അപ്പോ സ്വബർ എന്നത് തവക്കുലിന്റെ കൂടി ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് അത് ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ഖുർആനും പ്രവാചക തിരുമേനിയും പഠിപ്പിച്ചത്. അസ്വബറു നിസ്ഫുൽ ഈമാൻ എന്നൊക്കെ പറഞ്ഞ അതിന്റെ ഭാഗമാണ്. അപ്പൊ വസ്വാബിരീൻ അത് വളരെ ഫിൽ ബഅ്സാഇ വല്ലറാഇ വഹീനൽ ബഅസ്. ഇനി പറയുന്നു ഉലൈകല്ലദീന സ്വദഖു, അവരാണ് സത്യവാന്മാർ. സ്വദഖ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തു, സത്യം പാലിച്ചു എന്ന് പറയാം. പുണ്യത്തിനും ഞാൻ നേരത്തെ പറഞ്ഞ സ്വദഖ പറയുമല്ലോ, അതുകൊണ്ട് പുണ്യവാന്മാർ എന്ന് പറയാം. അവരാകുന്നു പുണ്യവാന്മാർ, അല്ലെങ്കിൽ അവരാകുന്നു സത്യം പാലിച്ചവർ എന്നിട്ട് പറയുന്നു വഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് ദോഷബാധയെ സൂക്ഷിച്ചവർ അഥവാ സൂക്ഷ്മത പാലിച്ച മുത്തഖികൾ. റമദാൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ ഉദ്ദേശിച്ചത് ഇതാണ്. അത് നേടിയെടുക്കാനുള്ള മാർഗമാണ് ഖുർആൻ പറയുന്നത്. ആരാണ് മുത്തഖി, എന്താണ് തഖ്വ, ആരാണ് പുണ്യവാൻ, എന്താണ് പുണ്യം. ഈ പറഞ്ഞ വിശ്വാസപരമായ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ഈ പറഞ്ഞ രൂപത്തിൽ കർമ്മങ്ങൾ ക്രമീകരിക്കുകയും നമ്മുടെ ചില സമീപനങ്ങളെയും സ്വഭാവങ്ങളെയും മാറ്റിയെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥ മുത്തഖികളായി, യഥാർത്ഥ തഖ്വയുള്ളവരായി, യഥാർത്ഥ പുണ്യവാന്മാരായി. പിന്നെ വെറുതെ നമുക്ക് അനാവശ്യമായി തർക്കിക്കാൻ വേണ്ടി വരില്ല. കാരണം ഇവിടെ പണിയുണ്ടേ. ഒരു പണിയില്ലാതിരിക്കുമ്പോഴാണ് ഈ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെട്ടിങ്ങനെ നേരം പോകുള്ളൂ. ഇവിടെ അത്യാവശ്യം പണിയുണ്ട്, അല്ലാതെ ഇഷ്ടം പോലെ പണി തന്നിട്ടുണ്ട്. ആ പണി ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെയാണ് യഥാർത്ഥ മുത്തഖികളായി മാറേണ്ടത്. ഇവിടെ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, സക്കാത്തും ദാനധർമ്മങ്ങളും രണ്ടായി മനസ്സിലാക്കണം. രണ്ട്, ദാനധർമ്മങ്ങളിൽ മുന്തിയ പരിഗണന ബന്ധുക്കൾക്കാണെങ്കിൽ സക്കാത്തിൽ ബന്ധുക്കൾക്ക് ഒരു പരിഗണനയും ഇല്ല. മൂന്ന്, ദാനധർമ്മങ്ങളെയും സക്കാത്തിനെയും അള്ളാഹു ഒരുമിച്ച് പറയുന്നത് അത് രണ്ടും രണ്ടായി തന്നെ മനസ്സിലാക്കുവാനും അവിടെയൊക്കെയുള്ള നമ്മുടെ ബാധ്യതകൾ ബോധ്യപ്പെടുത്തുവാനുമാണ്. ഈ കാര്യങ്ങൾ അതിന്റെ കൂടെ ചേർത്ത് വായിക്കാം. അടുത്ത ആയത്തിലേക്ക് പോവാം. സൂറത്തുൽ ബഖറ തന്നെയാണ് 215. നബിയെ, അവർ നിന്നോട് ചോദിക്കുന്നു അവരെന്താണ് ചെലവഴിക്കേണ്ടതെന്ന്. നീ പറയുക, നിങ്ങൾ നല്ലതെന്ത് ചെലവഴിക്കുകയാണെങ്കിലും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിപോക്കർക്കും വേണ്ടിയാണത് ചെയ്യേണ്ടത്. നല്ലതെന്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും തീർച്ചയായും അള്ളാഹു അതറിയുന്നവനാകും. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, യസ്അലൂന അവർ ചോദിക്കുന്നു, നിന്നോട് അവർ ചോദിക്കുന്നു, മാദാ യുൻഫിഖൂൻ അവർ എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന്. എന്താണ് ചെലവഴിക്കേണ്ടത്? അൻഫഖ യുൻഫിഖ് പറയാലോ. എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. ഇവിടെ അല്ലാഹു പറയുന്ന മറുപടി, ഖുൽ പറയുക, മാ അൻഫഖതും മിൻ ഖൈറിൻ നിങ്ങൾ നല്ലത് എന്തു ചെലവഴിച്ചാലും. അൻഫഖ അറിയാവുന്ന പദങ്ങളാവുന്ന ഞാൻ അങ്ങനെ പറഞ്ഞു പോകണം. മാ അൻഫഖതും മിൻ ഖൈറിൻ നിങ്ങൾ നന്മയായി നല്ലതായി എന്തു ചെലവഴിച്ചാലും അതിന്റെ ഒന്നാമത്തെ അവകാശികൾ ഫലിൽ വാലിദീനി മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ആദ്യമായി നന്മ ചെയ്യേണ്ടത്. മാതാപിതാക്കൾക്ക് വേണ്ടി, വൽ അഖറബീൻ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക്, പിന്നെ വൽ യത്താമ അനാഥര്, വൽ മസാക്കീൻ അഗതികൾ, വബിൻ സബീൽ വഴിപോക്കന്മാരും, ഇവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ, ഇത് സക്കാത്തെല്ലാം ഉറപ്പല്ലേ? സക്കാത്തെല്ലാം ഉറപ്പല്ലേ? നിങ്ങൾ എന്താണ് ചെലവഴിക്കേണ്ടത് ചോദിക്കുമ്പോൾ അല്ല പറയാണ്,
നിങ്ങൾ എന്തു നല്ലത് ചെയ്യുകയാണെങ്കിലും, എന്തു നല്ലത് പ്രവർത്തിക്കുകയാണെങ്കിലും, എന്തു നല്ലത് ചെലവഴിക്കുകയാണെങ്കിലും അത് നിങ്ങളുടെ മാതാപിതാക്കളിൽ തുടങ്ങണം. പിന്നെ അടുത്ത ബന്ധുക്കളാവണം, പിന്നെ അനാഥരും അതുപോലെ അഗതികളും വഴിപോക്കണം. മാതാപിതാക്കളെ വൃദ്ധസദനത്ത് കൊണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടുകാരെ എന്ത് സേവനം ചെയ്തൊരു കാര്യമില്ല. അതെന്നെ പറഞ്ഞു, അവരെ പരിഗണിക്കേണ്ട വിധം പരിഗണിക്കാതെ, അവരെ ശ്രദ്ധിക്കേണ്ട വിധം ശ്രദ്ധിക്കാതെ, അവർക്ക് നൽകേണ്ട ആദരവും ബഹുമാനവും അംഗീകാരവും പരിഗണനയും കൊടുക്കാതെ ഈ ഭൂമിയിൽ നമ്മൾ ആരെ പരിഗണിച്ചിട്ടും ആരെ ബഹുമാനിച്ചിട്ടും ആരാദരിച്ചിട്ടും ഒരു കാര്യമില്ല. മാതാപിതാക്കളുമായുള്ള ബന്ധം നമ്മൾ ഇവിടെ ഒരു ചാപ്റ്ററായിട്ട് ചർച്ച ചെയ്ത വിഷയമാണ്. ഞാൻ അതിലേക്ക് വിശദമായി കടന്നു പോകുന്നില്ല, ആലോചിക്കാം. അപ്പൊ അത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ സമ്പത്തിന്റെ ഏറ്റവും മുഖ്യ ഭാഗം വിനിയോഗിക്കേണ്ടി വരേണ്ടത് അങ്ങനെയുള്ള മേഖലകൾ ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം നമ്മൾ ആ നിലക്ക് തന്നെ പരിഗണിച്ചു പോകണം. ഏറ്റവും മികച്ച തലത്തിലാണ് അവരുണ്ടാവേണ്ടത്. നമ്മളെക്കാൾ മികച്ചവരായി നിൽക്കാൻ അവർക്ക് പറ്റണം. അപ്പൊ എല്ലാവരും നല്ല സൗകര്യം വേണം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല പരിഗണന, അങ്ങനെ എന്തെല്ലാം എല്ലാ അർത്ഥത്തിലുമുള്ള പൂർണ്ണമായ നന്മകൾ അവർക്കാ കൊടുക്കേണ്ടത്. പിന്നെ ബാക്കിന്റെ അടുത്ത ബന്ധുക്കൾക്ക് അങ്ങനെ പോകേണ്ടത്. അപ്പോ എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അള്ള പറയുന്നത് ചെലവഴിക്കുന്നത് എന്തുവാ? എന്തും ചെലവഴിക്കാം, എത്രയും ചെലവഴിക്കാം, നല്ലതായിരിക്കണം. പക്ഷെ ആർക്ക് എന്നവിടെ പറഞ്ഞു, ഒമാ തഫ്അലൂ മിൻ ഖൈരി, നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നുവെങ്കിൽ ഫഇന്നല്ലാഹ ബിഹി അലീം, തീർച്ചയായും അതിനെക്കുറിച്ച് അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്തൊന്ന് ചെലവഴിക്കുന്നുവെങ്കിലും അതിനെക്കുറിച്ച് അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നു എന്ന് പറഞ്ഞാൽ ആ ചെലവഴിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്ന മാനസികാവസ്ഥ എന്താണെന്നുള്ളത് അറിയുന്നതാണ്. ഞാനത് ആരിലും മാന്യനാണ്, അപ്പാനിമാനൊക്കെ ശ്രദ്ധിക്കാതിരുന്നാല് നാട്ടുകാർ പറയില്ലേ, ഞാന് പല ക്ഷേമ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയാണ്. എന്റെ കുടുംബത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഒരു ക്ഷീണമാവില്ലേ? അങ്ങനെയൊക്കെ കൊടുക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എന്ത് മാനസികാവസ്ഥയിലെ കൊടുത്ത് ആ അല്ലാക്കറിയാണ്. ആ കൊടുക്കുന്ന അളവും തോതും അല്ലാതെ വിഷയം നിങ്ങളുടെ മനസ്സാണ് വിഷയം. ഇത് എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ്, ഇതിന് പകരം വെക്കാൻ ഈ ദുനിയാവിൽ വേറൊരു പടപ്പില്ല. അതുകൊണ്ട് ഇവിടെ കഴിഞ്ഞിട്ടേ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ എന്ന ബോധ്യത്തിന്റെ പേരിലാണ് ഞാൻ ചെലവഴിക്കുന്നെങ്കിൽ അതും അല്ല അറിയും. അതന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പല ആയത്തുകളിലും ഈ അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, യുക്തിമാനാണ്, അല്ലെങ്കിൽ സൂക്ഷ്മമായി അറിയുന്നവനൊക്കെ പ്രയോഗങ്ങൾ കാണാൻ പറ്റും. ആ പ്രയോഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്കാണ് ഇട്ട് കൊടുക്കുന്നതല്ല. അതെന്ന് പറഞ്ഞാൽ നല്ല മനസ്സോടെ, നല്ല മനസ്സ് തൃപ്തിപ്പെട്ടു വേണം ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ഒരു 10 ഉറുപ്പികയാണെങ്കിൽ പോലും ചെലവഴിക്കേണ്ടത്. അല്ലെങ്കിൽ 10 ലക്ഷം ചെലവഴിച്ചാലും അത് വൃഥാവിലാവുന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. ഇത് 215-ാമത്തെ ആയത്ത്. ഇനി നമുക്ക് 219-ലേക്ക് പോവാം. يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون. നബിയെ, നിന്നോടവർ മദ്യത്തെയും ചൂതാട്ടത്തെയും പറ്റി ചോദിക്കുന്നു. പറയുക, അവ രണ്ടിലും ഗുരുതരമായ പാപമുണ്ട്, ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്. എന്നാൽ അവയിലെ പാപത്തിന്റെ അംശമാണ് പ്രയോജനത്തിന്റെ അംശത്തെക്കാൾ വലുത്. എന്തൊന്നാണവർ ചെലവ് ചെയ്യേണ്ടതെന്നും അവർ നിന്നോട് ചോദിക്കുന്നു. നീ പറയുക, അത്യാവശ്യം കഴിച്ച് മിച്ചമുള്ളത്. ഇഹപര ജീവിതങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് തെളിവുകൾ വിവരിച്ചു തരുന്നു. യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, ഇത് വേറെ വിഷയമാണ്, നമുക്കതിൽ ചെറിയ ഭാഗമുള്ളൂ. യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, അനിൽ ഖംറി വൽ മൈസിർ. ഖംർ എന്ന് പറഞ്ഞാൽ കള്ള്, മൈസിർ ചൂതാട്ടം. മൈസിർ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പണം ഉണ്ടാക്കുന്ന എല്ലാ മാർഗത്തിനും പറയും. കാരണം യുസൂർ എന്നാണ് പദം വന്നത്. മനസ്സിലല്ല, അധ്വാനിക്കാതെ കിട്ടേണ്ട പൈസ. മൈസിർ ചൂതാട്ടം, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. കാരണം അതിപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയമല്ല. അതുകൊണ്ട് യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, കള്ളിനെ കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു.
ഖുൽ പറയുക ഫീഹിമ അവ രണ്ടിലുമുണ്ട് ഇസ്മുൻ കബീറുൻ ഇസ്മ പാപം ദോഷം അവ രണ്ടിലും കബീറുൻ വലിയ ദോഷങ്ങളുണ്ട് വലിയ പാപങ്ങളുണ്ട് വ മനാഫിഉ ലിന്നാസി ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുമുണ്ട് മനാഫി എന്ന് പറഞ്ഞാൽ ഉപകാരങ്ങൾ ലിന്നാസ് ജനങ്ങൾക്ക് കള്ളിൽ ഒരുപാട് ഉപകാരമുണ്ട് കൊടുക്കുന്നവർക്ക് മാത്രമല്ല വിൽക്കുന്നവർക്കും ചെത്തുന്നവർക്കും തൊഴിലാളികൾക്കും ഒക്കെ ഉപകാരമുണ്ട് മനസ്സിലായല്ലോ ചിട്ടി കമ്പനി നടത്തുന്ന ആൾക്കാർക്കൊക്കെ അതിനൊക്കെ അവർക്ക് ഒരുപാട് ഉപകാരം കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഉപകാരം ഉണ്ടെന്നാണ് പറയുന്നത് ഉപകാരം ഇല്ല എന്നല്ല ഉപകാരത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത് കള്ളിലും ചൂതാട്ടത്തിലും നിങ്ങൾക്ക് പിന്നെ അതിൽ പാപങ്ങളുണ്ട് രണ്ടിലും പാപങ്ങളുണ്ട് അതുപോലെ ജനങ്ങൾക്ക് നിങ്ങൾക്കല്ല ജനങ്ങൾക്ക് ഉപകാരങ്ങളുണ്ട് ഇസ്മുഹുമ അവ രണ്ടിന്റെയും പാപങ്ങളാണ് അക്ബറു മിൻ നഫ്ഇഹിമ അവ രണ്ടിന്റെയും ഉപകാരത്തെക്കാൾ വലിയത് ഈ രണ്ടിൽ നിന്നും ലഭിക്കുന്ന ഉപകാരം എത്രയാണോ അതിനേക്കാൾ കൂടുതലാണ് അവ രണ്ടിൽ നിന്നും ലഭിക്കുന്ന പാപം ദോഷം അപ്പൊ ബുദ്ധിയിലെന്ന് മനസ്സിലായി അത് ഒഴിവാക്കണം എന്ന് മനസ്സിലാവും അത് ബുദ്ധി കുറച്ചുകൂടി പ്രയോഗിക്കണം എന്ന് പറഞ്ഞൊക്കെ അള്ള അവസാനം പറഞ്ഞു വെച്ചു പല എന്തും മുൻതോന്നും വിരവിച്ചാൽ നേരായില്ല അല്ലാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിന്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് പോകാം ഇപ്പൊ കള്ളും ചൂതാട്ടും ഇവിടെ പറഞ്ഞാൽ അത് ഒരു ക്ലാസ്സിൽ അവസാനിക്കൂല അതിന് മാത്രം വിഷയങ്ങളുണ്ട് ഇവിടെ എന്ന് പറയുന്നു എന്താണ് അവർ ചെലവഴിക്കേണ്ടത് എന്ന് അവർ നിന്നോട് ചോദിക്കുന്നു ഖുലിൽ അഫ്വ ഇതാണ് നമ്മളെ ആകെ വട്ടക്കിടക്കുന്നതാണ് അഫ്വ് അഫ്വ് എന്ന് പറഞ്ഞാൽ മിച്ചമുള്ളതെന്ന് പറയാം അഫ്വ് അതിന്റെ നേരെ അർത്ഥം വിട്ടുവീഴ്ച എന്നാണ് നമ്മൾ റമദാനിൽ പ്രാർത്ഥിച്ചില്ലേ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നതിനർത്ഥം അല്ലാഹുവേ നീ മിച്ചമുള്ളവനാണ് നീ മിച്ചമുള്ളതിനെ ഇഷ്ടപ്പെടുന്നു ഞങ്ങൾക്ക് നീ മിച്ചം തരണമെന്നാണ് അർത്ഥം അല്ലല്ലോ അല്ല പിന്നെന്താ അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നു ഞങ്ങളോട് നീ വിട്ടുവീഴ്ച കാണിക്കണമേ അല്ലേ അവ ശരിക്കും പാത്തിന്റെ അർത്ഥമാണ് എന്നാൽ മിച്ചം എന്നതിന് അർത്ഥം പറയാം മിച്ചമുള്ളതെന്ന് പറയാം പക്ഷെ ഈ മിച്ചമുള്ളത് എന്ന ഈ ഒരു പദം ഇവിടെ ഉള്ളത് കൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മള് പണം കിട്ടിയാൽ ആവശ്യമുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ അതിന് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്താൽ മതി എന്ന് പറയാൻ ഈ ആയത്തോ ഈ വാക്കോ ഒരിക്കലും തരുവല്ല കാരണം 215 ആയത്തിന്റെ വിശദീകരണം കൂടിയാണ് ഇവിടെ പറഞ്ഞത് 215 എന്താ പറഞ്ഞത് നിങ്ങൾ നല്ലതെന്ത് ചെലവഴിക്കുന്നുവെങ്കിലും കൊടുക്കേണ്ടത് മാതാപിതാക്കൾ അടുത്ത ബന്ധുക്കൾ അനാഥർ അഗതികൾ വഴിപോക്കൽ അങ്ങനെ അവർക്ക് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ കാണാതെ കൊടുക്കരുത് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടായിരിക്കാം നിങ്ങൾ കൊടുക്കേണ്ടതെന്നാ അപ്പോ ദാനധർമ്മങ്ങളെ കുറിച്ച് സ്വതക്കയെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം ഇത് സക്കാത്തിനെ കുറിച്ചേ അല്ല മാത്രമല്ല ഇത് സക്കാത്തിനെ കുറിച്ചാണ് എന്ന് പറയാനും സക്കാത്ത് കൊടുക്കേണ്ടത് ബാക്കിയുള്ള നമ്മൾ ചെലവാക്കിയതിന്റെ ബാക്കിയാണ് എന്നൊക്കെ പറയാനും ശ്രമിച്ചിരിക്കുന്ന തഫ്സീറുകൾ പോലും അതിന് ഉപോത്ബലമായി കൊടുത്തിരിക്കുന്ന ഹദീസുകൾ മുഴുവൻ പരിശോധിച്ചാൽ ഒറ്റൊന്നു പോലും സക്കാത്തിനെ കുറിച്ച് പറഞ്ഞല്ല സക്കാത്തിനെ കുറിച്ച് പറഞ്ഞ ഹദീസുകളേ അല്ല എല്ലാം സ്വതക്കനെ കുറിച്ച് പറഞ്ഞതാണ് അപ്പൊ ഇത് എങ്ങനെയോ നമ്മുടെ സമൂഹത്തിൽ കയറിക്കൂടിയിരിക്കുന്ന ഒരു അബദ്ധധാരണയാണ് ഇവിടെ വന്ന ചോദ്യത്തിലൊക്കെ വിഷയമുണ്ട് നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ ഇങ്ങനെ കാണാറുണ്ട് നമ്മുടെ പ്രഭാഷകന്മാർ അങ്ങനെ പ്രസംഗിക്കാറുണ്ട് നമ്മൾ കാലങ്ങളായി കേട്ടുവരുന്നുണ്ട് ഒക്കെ ശരിയാണ് അതൊക്കെ ഉണ്ട് അതിലൊക്കെ ഉണ്ട് അതിൽ എനിക്ക് പറയാനുള്ള മറുപടി എന്തായാലും ഇബ്നു ഉമറിന്റെ ഒരു മകനുണ്ട് എന്നാൽ പേര് മറന്നുപോയി അദ്ദേഹം സ്ത്രീകളെ പള്ളിയിൽ പോകുന്നതിനെതിരായിരുന്നു എതിരാവുള്ള കാരണം എന്തായാലും അവർ ഈ വളരെ മോശമായ രൂപത്തിൽ വേഷവിധാനമൊക്കെ നടത്തി അവർ ആ പളപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു അദ്ദേഹം അതിനെ തടുക്കുമായിരുന്നു അപ്പൊ ഇബ്നു ഉമർ പറഞ്ഞെന്തായാലും അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് തടുക്കാൻ പാടില്ല മകൻ പറഞ്ഞു എന്നാലും ഞാൻ തടുക്കുന്നു ഇബ്നു ഉമറിന്റെ പ്രതികരണം നെഞ്ചത്തര അടി കൊടുത്തിട്ടാ പറഞ്ഞു നീ എന്താ വിചാരിച്ച് ഞാൻ പറയുന്നു അള്ളാന്റെ റസൂല് തടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നീ പറയുന്നു ഞാനത് തടുക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണോ നീ സ്വീകരിക്കുക അല്ല എന്റെ സ്വന്തം അഭിപ്രായമാണോ ആ മറുപടി തന്നെ ഇവിടെ നമുക്ക് പറയാനുള്ളൂ ഇത് അള്ള പറഞ്ഞ കാര്യമാണ് അള്ള പറഞ്ഞ
വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നേർക്കുനേർ ചിന്തിച്ചാൽ സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അതല്ലാത്ത എന്തെല്ലാം അഭിപ്രായങ്ങൾ ഏതെല്ലാം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ എന്തോ ചെറിയ തകരാറുകൾ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. കാരണം ഞാൻ ഒന്നുകൂടി പറയാം, സാധാരണ നമ്മൾ പച്ചക്കറി വാങ്ങി, വെറും പച്ചക്കറി, അത് നമ്മൾ ഉപയോഗിച്ചിട്ടാണോ ശുദ്ധീകരിക്കുക, അതല്ല ശുദ്ധീകരിച്ചിട്ടാണോ ഉപയോഗിക്കുക? ഇങ്ങനെ ശുദ്ധീകരിച്ചിട്ട് ഉപയോഗിക്കും അല്ലേ? അരി വാങ്ങി ഉപയോഗിച്ചിട്ടാണോ ശുദ്ധീകരിക്കുക, അതല്ല ശുദ്ധീകരിച്ചിട്ടാണോ ഉപയോഗിക്കുക? ശുദ്ധീകരിച്ചിട്ട്. സ്വർണം ഖനിയിൽ നിന്ന് കിട്ടിയതാ, ഉപയോഗിച്ചിട്ട് ശുദ്ധീകരിക്കാണോ ചെയ്യാറോ ശുദ്ധീകരിച്ച് ഉപയോഗിക്കാണോ ചെയ്യാ? ശുദ്ധീകരിച്ചിട്ട്. എന്നാ പണം കിട്ടുമ്പോൾ മാത്രം എങ്ങനെ ഉപയോഗിച്ചിട്ട് ശുദ്ധീകരിക്കല്? ആ പണം കയ്യിൽ വന്നാൽ അത് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിച്ചിട്ട് പിന്നെ ശുദ്ധീകരിക്കാം. ഇതിന് നാടൻ ഭാഷയിൽ വേറെ മറുപടി ഉണ്ട്, അത് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായല്ലേ? ഇത്രയെങ്കിലുമുള്ള ഒരു കോമൺ സെൻസ് മതി ഇതിന്. ആ കോമൺ സെൻസ് സക്കാത്തിന്റെ വിഷയം വരുമ്പോൾ എന്തുകൊണ്ടോ നമുക്ക് നഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ കൃഷിയുടെ കാര്യം എന്ന് പറഞ്ഞല്ലോ. കൃഷിക്കാരൻ എപ്പോഴാണ് സക്കാത്ത് നോക്കേണ്ടത് പറഞ്ഞു, ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞാണ്. കൊയ്തെടുക്കുമ്പോൾ അവന്റെ വീട്ടിലെ ചെലവ് വെച്ചിട്ടല്ല പറഞ്ഞത്, വീട്ടിലേക്ക് എത്തുന്ന മുമ്പ് സക്കാത്ത് കൊടുക്കണം. കച്ചവടക്കാരന്റെ സക്കാത്ത് എങ്ങനെയാ? ഒന്നുകിൽ ലാഭത്തിന്റെ 10%, അല്ലെങ്കിൽ ലാഭവും മുതലും കൂടി ചേർത്തിട്ട് അതിന്റെ 2.5%, അല്ലെ? ഈ ലാഭം എന്ന് പറഞ്ഞാൽ എന്താ? കച്ചവടക്കാരന്റെ ലാഭം എന്ന് പറഞ്ഞാൽ എന്താ? അയാള് കച്ചവടത്തിന് വേണ്ടി അയാൾക്ക് വേണ്ടി വന്നിരിക്കുന്ന ചിലവും വരവും, അല്ലെ? കച്ചവടവുമായി ബന്ധപ്പെട്ട ചിലവും വരവും, അതിന്റെ ബാലൻസ് ആണ് ലാഭം. അത് മൈനസ് ആണെങ്കിൽ നഷ്ടവും, പ്ലസ് ആണെങ്കിൽ ലാഭമായിരിക്കും. അതാണ് ലാഭം. എന്നാൽ ആരെങ്കിലും പറയോ ഞാൻ കച്ചവടക്കാരനാണ്, കച്ചവടത്തിൽ എനിക്ക് വരവും ചെലവൊക്കെ ഉണ്ട്, പുറമെ എന്റെ പുരയിൽ കുറച്ച് ചെലവുണ്ട്, ഇതെല്ലാം കൂടി കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് ലാഭം എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ലല്ലോ. കച്ചവടത്തിന്റെ ലാഭം എന്ന് പറഞ്ഞാൽ ആ കച്ചവടത്തിന്റെ വരവ്, വിറ്റുവരവ് പരിഗണിച്ചിട്ടാണ് ലാഭം പരിഗണിക്കേണ്ടത്, വീട്ടിലെ വിറ്റുവരവ് പരിഗണിച്ചിട്ടല്ല. എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരനും സക്കാത്ത് കൊടുക്കേണ്ടത് വീട്ടിലെ ചെലവ് കഴിക്കാതെയാണ്. അപ്പൊ കർഷകന് ഒരു എക്സ്ക്യൂസും ഇല്ല, കച്ചവടക്കാരനും എക്സ്ക്യൂസ്. ഇനി ആർക്കും എക്സ്ക്യൂസ്? ഇതല്ലാത്ത വരുമാനമുള്ളവർക്ക് അവർക്ക് മാത്രം എക്സ്ക്യൂസ് ഉണ്ടാവോ? അവർക്ക് മാത്രം, ശമ്പളക്കാരന് അല്ലെങ്കിൽ സാധാരണ കൂലിത്തൊഴിലാളികൾ, അങ്ങനെ ഒരുപാട് ജോലിക്കാരുണ്ടല്ലോ. ഇതൊന്നും അല്ലാത്ത മാർഗത്തിൽ പണം സമ്പാദിക്കുന്ന ആളുകൾക്ക് മാത്രമായിട്ട് ഒരു എക്സ്ക്യൂസ് ഉണ്ടാവണമെങ്കിൽ ഈ ആയത്ത് മതിയാവില്ല. കുലിൽ അഫ്വ എന്നൊരു പദം മാത്രമാണ് മതിയാവില്ല. അതന്നെ ഞാൻ പറഞ്ഞത്. അത് ഇനി അതിലൊരു വ്യക്തത ഇല്ലാതിരിക്കാൻ നിർവാഹമല്ല. വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ എന്തിനാണ് ചെലവഴിക്കേണ്ടത് ഖുർആൻ പറഞ്ഞപ്പോ നിങ്ങൾ സമ്പാദിക്കുന്നതിനും കൃഷിക്കും, അതായിട്ടായിട്ട് നമ്മൾ കഴിഞ്ഞാൽ പഠിച്ചു. പിന്നെ കൃഷിന്റെ സക്കാത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഞാൻ മൊത്തം പറഞ്ഞതാണ്. എപ്പോഴാണ് കൊടുക്കേണ്ടത്? കൊയ്തെടുക്കുമ്പോൾ, അഥവാ കൈ കിട്ടുമ്പോ. എന്ന പോലെ നമുക്ക് വരുമാനം എപ്പോഴാണ് കൈ കിട്ടുന്നത്? അപ്പൊ കൊടുക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ ഇത് റമളാനിലേക്ക് നീട്ടിവെക്കാൻ പറ്റില്ല, റമളാനിലേക്ക് ചുരുക്കി വെക്കാം. നീട്ടിവെക്കാൻ പറ്റില്ല, ചുരുക്കി വെക്കാം. അടുത്ത പിന്നെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ശുഭാലല്ലേ, എനിക്കൊരു ദുൽഹജ്ജിന് ഒരു 10 ലക്ഷം രൂപ കിട്ടാനുണ്ട് എങ്കിൽ സക്കാത്ത് വേണമെങ്കിൽ ഇപ്പോഴേ കൊടുക്കാം. എന്നാൽ പിന്നെ കഴിഞ്ഞ ദുൽഹജ്ജ് കിട്ടിയിട്ടുണ്ട്, അത് ഈ റമളാൻ വരെ നീട്ടിവെക്കാൻ പറ്റുമോ? അതില്ല. അത് കൊടുത്തിട്ടുണ്ട്, അതങ്ങ് കൊടുത്തു വെക്കുക. എന്നിട്ടോ ബാക്കി നിങ്ങൾ ഉപയോഗിച്ചോളി. ശുദ്ധീകരിച്ചിട്ട് സംസ്കരിച്ചിട്ട് നന്നാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ ഉപയോഗിച്ചോളൂ. ഇത് ഇങ്ങനല്ലാതെ വിട്ടുകൊടുത്താൽ, ഇവിടെ കഴിഞ്ഞ ദിവസം പിന്നെ അടുക്കറി വെച്ച പോലെ ആളുകൾ എന്തെല്ലാം കാലത്തെ ചെലവാക്കുന്നത്, അനാവശ്യമായി എന്തെല്ലാം വിഷയം ചെലവാക്കുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഒരു ന്യായം പറഞ്ഞെടുക്കാൻ പറ്റുമോ? ആവശ്യത്തിനും അനാവശ്യത്തിനും ദുർവ്യയമായും ഒക്കെ ആളുകൾ ചെലവഴിക്കുന്നുണ്ട്. ആ ചെലവഴിക്കലിനൊക്കെ എന്ത് ന്യായം കൊടുക്കാം? ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ഒരു 10-30 കിലോമീറ്റർ കാർ ഓടിച്ചിട്ടാണ് വരുന്നത്. ഞാൻ അരമണിക്കൂർ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്ക് ബസ്സിന് വരാൻ പറ്റും. അപ്പോൾ എന്റെ ചെലവ് ഞാൻ എങ്ങനെ പരിഗണിക്കേണ്ടത്? ഏറ്റവും ലളിതമായി ചെലവഴിക്കാന്ന് പറഞ്ഞാൽക്കോട്ടെ, ലളിതമായി ചെലവഴിക്കുമ്പോൾ ഞാൻ കാർ ഒഴിവാക്കി ബസ്സിന് വരണം. എനിക്ക് 4 മക്കളുണ്ട്, എന്റെ വീടിന് 4 ബെഡ്റൂം ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ 2 കുറച്ചുകൂടെ. മക്കള് 2 മക്കളൊക്കെ ഒരുമിച്ച് കിടന്നു നോക്കാലോ, ആവാലോ.
പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എന്റെ ദിനചര്യ പറയട്ടെ. രാവിലെ സുബൈന്റെ മുമ്പ് ഒരിക്കൽ കട്ടൻ ചായ എടുക്കണം, പള്ളിക്ക് ഇറങ്ങുന്ന മുമ്പ്. പള്ളിയിൽ നിന്ന് വന്നാൽ വീണ്ടും കട്ടൻ ചായ എടുക്കണം. എന്നിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ പിന്നെ ചായ കൂടി കുടിക്കും. നാളെ ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ. ഈ 3 ചായനും കൂടെ എന്തെങ്കിലും ചെറിയ കടി ഉണ്ടാവും കൊടുക്കാനെങ്കിലും. എനിക്കാണെങ്കിൽ കുറച്ചുകൂടെ ഈ 3 കൂടി ഒന്നാക്കിക്കൂടെ? ഞാൻ സിമ്പിളായ കാര്യം പറഞ്ഞത്. അപ്പൊ നമ്മൾ ചെലവഴിക്കുന്ന ഈ ക്രമം ഉണ്ടല്ലോ, ആ ക്രമം ഓരോരുത്തരുടെയും ജീവിതാവസ്ഥയും ശരീരപ്രകൃതിയും അവരുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളും കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൽ ഏറ്റക്കുറവുകൾ ഉണ്ടാവും. ഒരാളുടെയും ജീവിത ചെലവ് എന്നത് മറ്റൊരാൾക്ക് നിശ്ചയിച്ചോ നിർണയിച്ചോ കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പൊ അതൊരു വലിയ സംഗതിയാണ്. അതിനെ കണ്ടുകൊണ്ട് വേണം ഞാൻ മുന്നോട്ട് പോകാൻ. അപ്പൊ അവിടെ ഏറ്റവും നല്ല മാർഗം എന്താ? സക്കാത്ത് കൊടുക്കേണ്ട മുതല് അതാണ് കൊടുത്താൽ അവസാനിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ചെലവാക്കുക. എന്നാൽ ഒരു പ്രശ്നം വരില്ല. 2, ജീവിത ചെലവ് കഴിച്ചിട്ട് സക്കാത്ത് കൊടുത്താൽ മതി എന്ന അഭിപ്രായമുള്ള സ്വഹാബിയായിരുന്നു അബൂദർ ഗഫാരി. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞാൽ കൂടി വായിക്കണം. എന്താ കൂടെ പറഞ്ഞത്? ജീവിത ചെലവ് കഴിച്ചിട്ട് കൊടുക്കുമ്പോ പിന്നെ എന്താണോ ബാക്കിയുള്ളത് ആ മുഴുവൻ സക്കാത്ത് കൊടുക്കണം. പറ്റുമോ? ശമ്പളം കിട്ടി ചെലവാക്കി പിന്നെ കൊല്ലം നോക്കുമ്പോ അവസാനത്തിൽ 2 ലക്ഷം രൂപ ബാക്കിയുണ്ട്. ആ കമ്പ്യൂട്ടർ കൊടുക്കുക, അത് തയ്യാറാണെങ്കിൽ നടക്കില്ല. പക്ഷെ റസൂൽ തടഞ്ഞു. എന്താ തടയാൻ കാരണം അറിയോ? റസൂൽ പറഞ്ഞു, ജീവിത ചെലവ് കഴിച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവനും ചെലവഴിക്കുകയാണെങ്കിൽ പിന്നെ അനന്തരാവകാശ നിയമങ്ങൾ ആവശ്യമില്ലല്ലോ. മക്കൾക്ക് ബാക്കി തന്നിട്ടാവില്ലല്ലോ. എല്ലാ പ്രാവശ്യം കിട്ടുന്നതൊക്കെ ചെലവാക്കിയിട്ട് ബാക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞു. കാര്യമാണ്, മരിച്ചു പോകുന്നുണ്ടാവില്ല. അപ്പൊ അതല്ല, അങ്ങനെ ചെലവഴിക്കരുത് എന്ന് പറഞ്ഞത്. അങ്ങനെ മുഴുവനായി ചെലവഴിക്കരുത്. മാത്രമല്ല, ഈ കുലിൽ അഫ്വ എന്ന പ്രയോഗമുള്ള ഈ ആയത്തിറങ്ങാൻ തന്നെ കാരണം എന്താ? ഇങ്ങനെ സമ്പത്ത് ചെലവഴിക്കാന്ന് പറഞ്ഞപ്പോ അത് പൂർണ്ണമായി ചെലവഴിച്ച് പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈവീട്ടേണ്ട അവസ്ഥ വരെ ചിലക്ക് വന്നു. ആ അവസ്ഥ മുസ്ലിങ്ങൾക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്ന ഈ പറയപ്പെട്ട രൂപത്തിൽ ചെലവഴിക്കുമ്പോ കൊടുക്കുമ്പോ നിങ്ങളുടെ ആവശ്യങ്ങള് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചും വേണം കൊടുക്കേണ്ടത്. അത് സക്കാത്തല്ല, അതല്ലാത്ത സമ്പത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനിയും അതിൽ സംശയം ബാക്കി നിൽക്കുകയാണെങ്കിൽ ഞാൻ നിസ്സഹായനാണ്. മനസ്സിലായല്ലോ? അത്രയിൽ പറയാനുണ്ട്. ശരി. അപ്പൊ കുലിൽ അഫ്വ, മിച്ചമുള്ളത്. കദാലിക, അപ്രകാരം യുബയ്യിനുല്ലാഹു, അല്ലാഹു വിശദീകരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്, അല്ലായാൽ അവന്റെ ദൃഷ്ടാന്തങ്ങൾ. ഇതൊക്കെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ് കേട്ടോ. ശരിക്കും ആലോചിച്ചാൽ നമുക്കത് മനസ്സിലാവും. ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങള് തെളിവുകൾ ചിന്തിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടി അള്ളാഹു തെളിവുകൾ വിവരിച്ചു തരുന്നു. അതിൽ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞു. ഒന്ന്, കള്ള് ചൂതാട്ടം, അതിലുള്ള ഗുണവും ദോഷവും കുറച്ച് ആലോചിക്കാനുള്ള വിഷയമാണ്. 2, സമ്പത്ത് ചെലവഴിക്കുമ്പോ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം ചെലവഴിക്കാൻ എന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. പക്ഷേ അത് സക്കാത്തുമായി കൂട്ടിക്കിഴിക്കരുത് എന്ന് മാത്രം. അങ്ങനെ കൂട്ടിക്കിഴിക്കാൻ ഒരു വകുപ്പോടെ കാണില്ല. ഇതുമായി ബന്ധപ്പെട്ട പല തഫ്സീറുകളും ഞാൻ പരിശോധിച്ച് നോക്കി. എവിടെയും ചെലവ് വെച്ചിട്ട് സക്കാത്ത് കൊടുത്താൽ മതി എന്ന് ചിലരൊക്കെ പറഞ്ഞെങ്കിലും ആ പറഞ്ഞതിന് ന്യായങ്ങളായിട്ട് ഒരു പ്രമാണം കൊടുത്തിട്ടില്ല. കൊടുത്ത പ്രമാണങ്ങളോ സദക്കയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കാലങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചു ശീലിച്ച കുറച്ച് ഭാഗങ്ങൾ. പിന്നെ സക്കാത്താണല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു വിധം 90-95% ആളുകളും കൊടുക്കേണ്ടി വരുന്നൊരു സംഗതിയാണ് സക്കാത്ത്. അതിൽ നിന്ന് രക്ഷ നേടേണ്ടത് ഒരുപാട് ആളുകളുടെ ആവശ്യമാണ്. അപ്പോൾ അവര് ഇങ്ങനെയുള്ള ഫത്വന്റെ മുകളിൽ തന്നെ പോകും. കാരണം എന്റെ കയ്യിൽ നിന്ന് 10 രൂപ ചെലവാன കേസാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളോടും എന്ത് ചെയ്യാം? അങ്ങനെ തന്നെ പറയാം, നിങ്ങൾ ചെലവൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ, ഞാൻ അത്ര കൊടുത്താൽ മതിയല്ലോ. ഇതാണ് നമ്മുടെ പ്രശ്നം. അത് പരിഹരിച്ചാൽ, ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വീണ്ടും പറയുന്നത്, ഒരു മഹല് 5 കൊല്ലം കൊണ്ട് നമുക്ക് പുനരുദ്ധരിക്കാൻ പറ്റും. കൊടുക്കേണ്ട മുഴുവൻ ആളുകളും സക്കാത്ത് കൊടുക്കുക, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക, അതിന്റെ അളവും തോന്നും തെറ്റിക്കാതെ കൊടുക്കുക, കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കുക. എങ്കിൽ ഒരു മഹലിനെ പട്ടിണി മുക്തമാക്കാൻ 5 കൊല്ലം വേണ്ടി വരില്ല. ആ ഉറപ്പാ. അല്ല, നമ്മളിപ്പോ പോകുന്ന ഈ പോക്കന്നെ പോകുന്നെങ്കിൽ 50 കൊല്ലം കൊണ്ടും 500 കൊല്ലം കൊണ്ടും ഒരു മഹലിനും രക്ഷപ്പെടുത്താൻ കഴിയൂല. അപ്പൊ സക്കാത്തിന്റെ പരിപാടി നമ്മൾ നിസ്കരിക്കാൻ നടക്കുന്നുണ്ട്, സക്കാത്ത് നടക്കുന്നുണ്ട്, നോമ്പ് നടക്കുന്നുണ്ട്, ഹജ്ജ് നടക്കുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നു പോകുന്നത് നടന്നു പോകുന്നു. അതിങ്ങനെ നടക്കും.
വേറെ ഒരു ഗുണവും ഒരു ഉപകാരവും അതുകൊണ്ട് യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കപ്പെടുകയില്ല. ഇത് നമ്മൾ നല്ല ആഴത്തിൽ ആലോചിച്ച് എടുക്കേണ്ട തീരുമാനമാണ് ഖുർആനിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോ ഇതിവിടെ അവസാനിച്ചു. ഇനി അതിന് ഇവിടെ വന്ന ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളാണ്. അതൊന്ന് ജസ്റ്റ് വായിച്ചു വിടാം. സക്കാത്തിന്റെ നിസാബ് വ്യക്തിയുടെ വരുമാനത്തിൽ നിന്ന് ചെലവ് കഴിച്ച് കൂട്ടിയാൽ മതി എന്ന് ചില പ്രസിദ്ധീകരണങ്ങളിലും ശബാബ് ഉൾപ്പെടെ ചില പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളിലും കേൾക്കുന്നു. ഒന്ന് വിശദീകരിക്കാമോ? ശബാബില് ഈ ലക്കം വന്ന ശബാബില് ചെലവ് കഴിച്ചു കൊടുക്കാനല്ല പറഞ്ഞത്, ചെലവ് കഴിക്കാതെ കൊടുക്കാനാണ് പറഞ്ഞത്. പഴയ ശബാബിൽ ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്, ചിലടത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വന്ന റമദാനിൽ വന്നിരിക്കുന്ന പുതിയ ലക്കം ശബാബിൽ ചെലവ് കഴിക്കാതെ തന്നെ കൊടുക്കണം. ന്യായം പറഞ്ഞത് കൃഷിന്റെ തന്നെയാണ്. കർഷകരോട് എന്താ അള്ളാഹുവിനത്ര അനീതി എന്നൊക്കെ ചോദ്യങ്ങളിലുണ്ട്. അല്ല, അത് പറഞ്ഞത് വേറെ വിഷയത്തിലാണ്. ആ വിഷയം പറയാം. ആ ഗണ്യതമായ കാര്യം ആണെന്നുള്ളത് വേറെ വിഷയത്തിലാണ്. ചെലവ് കഴിക്കുന്നതിനെ കുറിച്ച് ചെലവ് കഴിച്ചല്ല കൊടുക്കേണ്ടത് എന്ന് തന്നെ പഠിപ്പിക്കാവുന്ന വിധത്തിൽ ന്യായങ്ങൾ നിരത്തിയാണ് ലേഖനമുള്ളത്. പക്ഷെ ബാബിൽ അങ്ങനെ വന്നിട്ടില്ല. ഇപ്രാവശ്യം മുമ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ പല പ്രസിദ്ധീകരണങ്ങളുമുണ്ട്, പല പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രസംഗിക്കുന്നുണ്ട്. എനിക്കത് ഇത്ര പറയാനുള്ളൂ. ഒന്നുകിൽ ഇത് എഴുതുന്നവരും ഇത് പറയുന്നവരും വേണ്ട വിധം ആലോചിക്കുന്നില്ല, വേണ്ട വിധം പ്രമാണങ്ങളെ വിലയിരുത്തുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ന്യായീകരിക്കുന്ന ഒരു വലിയ പണ്ഡിതനുമായി ഇന്നലെ ഞാൻ സംസാരിച്ചു. ന്യായങ്ങൾ പറയുന്നു എന്നല്ലാതെ പ്രമാണങ്ങൾ പറയുന്നില്ല. അതാ പ്രശ്നം. ന്യായങ്ങൾ പറയാം, പ്രമാണങ്ങൾ പറയുന്നത്. പ്രമാണങ്ങൾ ഇല്ലാതെ എങ്ങനെയാ മതം സ്വീകരിക്കാൻ പറ്റുക? പ്രമാണങ്ങൾ പറയുന്നില്ല. എത്ര വലിയ പണ്ഡിതന്മാർ നിങ്ങൾ ആരുടെ സംസാരിച്ചു നോക്കി. ഒരു പ്രമാണം ആര് തന്നാലും സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവില്ല. അത് പിന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യും. തരുന്നില്ല. ഒരു പണ്ഡിതനും ഒരു പ്രമാണവും കൃത്യമായി തരുന്നില്ല. ചെലവ് കഴിച്ചിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു പ്രമാണവും ഒരു പണ്ഡിതനും തരുന്നില്ല, തന്നിട്ടില്ല. തന്നാൽ സ്വീകരിക്കും. ഇവിടെ തന്നെയാണ് പറയും ചെയ്യും. ഇവിടെ നിന്നല്ല, ഞാൻ പ്രസംഗിക്കുന്ന മുഴുവൻ സ്ഥലത്തും പറയും. ഈ വിഷയം പ്രസംഗിക്കുന്ന എല്ലാ സ്ഥലത്തും പറയും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന ദീന് വരാനല്ല നടക്കുന്നത്. ആ ദീന അള്ളാഹ് പറഞ്ഞ പോലെ പറഞ്ഞാൽ മതിയല്ലോ. അതിലൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്, ഇത് പ്രമാണബദ്ധിതമായി പറയുമ്പോൾ നമ്മളെ സമ്പത്ത്, കിട്ടിയ സമ്പത്ത് നിന്ന് ചെലവ് കഴിച്ചിട്ട് കൊടുക്കാന്നുള്ള വകുപ്പ് കാണുന്നില്ല. മാത്രമല്ല, ഈ ചെലവിനെ പരിഗണിച്ചുകൂടാൻ എവിടെയാ? കർഷകന്റെ കാര്യത്തിൽ എങ്ങനെ പരിഗണിച്ചത്? കർഷകനോടും ചെലവ് കഴിച്ചിട്ട് കൊടുക്കാനല്ല പറഞ്ഞത്. പിന്നെ കൃഷിക്ക് അധികം ചെലവ് വരുന്നുണ്ട് എങ്കിൽ, വീട്ടിലെ ചെലവല്ല, കൃഷിക്ക് അധികം ചെലവ് വരുന്നുണ്ടെങ്കിൽ 10% കൊടുക്കണ്ട, 5% കൊടുത്താൽ മതി. അങ്ങനെ പറഞ്ഞത്. കൃഷിക്ക് കൊടുക്കുമ്പോ 10% അല്ല കൊടുക്കേണ്ടത്, 5% കൊടുത്താൽ മതി. അപ്പോ ഇനി ശബാബിൽ വന്നൊരു കാര്യം കൂടി പറയാം. ഈ ശബാബ് പറഞ്ഞ നമ്മളെ സ്വീകരിക്കുമെങ്കിൽ അതിൽ കുറച്ചൊരു ഗുണമുണ്ട്. സ്വീകരിക്കുമെങ്കിൽ എന്നറിയോ? അതിൽ ശമ്പളക്കാരനെ സക്കാത്ത് എത്ര കൊടുക്കാൻ പറ്റുന്നറിയോ? എത്ര പറഞ്ഞത്? 10% കൊടുക്കണം. അതിന് നമ്മുടെ അധ്വാനവും അതുപോലെ അതിനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസും ഉണ്ടെങ്കിൽ മാത്രം 5% കൊടുക്കേണ്ടത് എന്ന രീതിയിലുണ്ട്. കൊടുക്കാൻ തയ്യാറുണ്ടാരെങ്കിലും ഇവരെ ചെലവ് വെച്ചോളൂ. ചെലവ് വെച്ചിട്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ 10% കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും ഈ പറഞ്ഞ എമൗണ്ട് ഉണ്ടാവും. ചെലവ് കഴിക്കാതെ 2.5% കൊടുക്കുന്നതും ചെലവ് കഴിച്ച് 10% കൊടുക്കുന്നതൊക്കെ ഏതാണ്ട് തുല്യം തന്നെ ആയിരിക്കും. വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ നിയമമില്ല. ഇതൊരു ന്യായമാണ്. ന്യായം പറഞ്ഞാൽ എന്താ അറിയോ? ഒരു പക്ഷേ കർഷകനേക്കാൾ, കച്ചവടക്കാരനേക്കാൾ ലളിതമാണ് ശമ്പളക്കാരന്റെ വരുമാനം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്. പിന്നെ അവൻ 10%, 5% കൊടുക്കണമെന്ന ഒരു ചിന്ത, ഒരു ചിന്തയാണ്, നല്ല ചിന്തയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറുവശമുണ്ട്. കർഷകനോട് 10% കൊടുക്കാൻ പറയുമ്പോ, 5% കൊടുക്കാൻ പറയുമ്പോ അയാളുടെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം മാറ്റിവെച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഏതാ സമ്പത്ത്? കൃഷിഭൂമിക്ക് സക്കാത്തില്ല. കച്ചവടക്കാരൻ എന്ത് ചെയ്യണം? കച്ചവട വസ്തുവും പരിഗണിക്കണം, ലാഭവും പരിഗണിക്കണം. നമുക്ക് കംപ്ലീറ്റ് ആയി. കർഷകർ കൃഷിഭൂമിയെ പരിഗണിക്കേണ്ടതില്ല, കൃഷിയെ മാത്രം പരിഗണിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ വില മതിക്കുന്ന സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. കൃഷി അകത്രേ ഉള്ളൂ, 1 ലക്ഷം രൂപ കൃഷിയുള്ളൂ. അപ്പൊ എത്ര സക്കാത്ത് കൊടുക്കേണ്ടില്ല? അതിന്റെ 10% 16 കൊടുത്താൽ മതി. 10 ലക്ഷത്തിന് സക്കാത്ത് കൊടുക്കുകയാണെങ്കിലോ 10 ലക്ഷം സക്കാത്ത് കൊടുക്കുമ്പോൾ 25,000 കൊടുക്കണം.
മനസ്സിലായല്ലോ? അപ്പൊ ആ 25,000 രൂപ കൊടുക്കാതെ ബാക്കിയുള്ള കൃഷി ഉൽപ്പന്നങ്ങൾക്ക് മാത്രം കൊടുക്കണം എന്ന് പറയുമ്പോ അവിടെ എന്ത് ചെയ്തു? ശതമാനം കൂട്ടിക്കൊടുത്തു. അതാ പറഞ്ഞത്. അപ്പോ അങ്ങനെ ശതമാനം കൂട്ടിയത് ഈ വകുപ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ മറ്റുള്ള മേഖലയിൽ നമ്മുടെ അധ്വാനവും നമ്മുടെ സാമ്പത്തിക വിനിയോഗങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ശമ്പളം വാങ്ങുന്ന പിന്നെ അനുബന്ധമായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ 10%, 5% പുതിയ ചിന്തയാണ്. നമ്മളതിനെ 100% നിരാകരിക്കേണ്ടതില്ല. പക്ഷേ മറികടക്കാൻ മാർഗങ്ങളുണ്ട് എന്ന് മാത്രം. അപ്പൊ എന്തൊക്കെ വന്നാലും ചെലവ് കഴിച്ചു കൊടുക്കാനുള്ള വകുപ്പ് ഇവിടെ ഒന്നും കാണുന്നില്ല. കൊടുക്കണം. അഭിപ്രായപ്പെട്ട സ്വഹാബി പറഞ്ഞത് ചെലവ് വെച്ചിട്ട് ബാക്കി മുഴുവൻ കൊടുക്കണം എന്നാണ്. നമുക്ക് സ്വീകാര്യമല്ലല്ലോ. അല്ല, പിന്നെ അങ്ങനെ ഉണ്ടാവരുത്. അതിന് യാതൊരു വകുപ്പില്ല. എല്ലാ അർത്ഥത്തിലും അതെല്ലാ പഴുതും അർച്ചന കൂടാൻ പറഞ്ഞിട്ടില്ല. പ്രമാണങ്ങൾ നിന്നുകൊണ്ട് നമ്മൾ ആ വിഷയത്തെ കാണാം. രണ്ടാമത്തത് സ്വർണത്തിന്റെ നിസാബ് 10.5 പവൻ എന്നും ഒരു പ്രഭാഷണം, പിന്നെന്താ ചില ലേഖനങ്ങളിലും കാണാനും കേൾക്കാനും സാധിച്ചു വിശദീകരണം. കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ച സംഗതിയാണ്. സ്വർണത്തിന് സ്വതന്ത്രമായി ഒരു നിസാബ് പറയപ്പെട്ടിട്ടില്ല. നിസാബ് പറഞ്ഞത് വെള്ളിക്കാണ്. പക്ഷേ റസൂലുള്ളാഹിയുടെ കാലത്തും പിൽക്കാലങ്ങളിലും സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഒരുപോലെ വിനിമയത്തിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത്തെ 200 ദിർഹം വെള്ളി നാണയങ്ങളും അന്നത്തെ 20 മിസ്കാൽ സ്വർണ്ണ നാണയവും തുല്യമായിരുന്നു. അത് തുല്യമാകുന്ന കാലത്ത് നമുക്കിത് സ്വീകരിക്കാം. ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ഇപ്പറഞ്ഞ അളവിലുള്ള എന്ന് തന്നെ 200 ദിർഹം വെള്ളി നാണയവും 20 മിസ്കാൽ സ്വർണ്ണ നാണയവും തുല്യമാകുന്നുവോ അന്ന് നമുക്ക് എന്ത് ചെയ്യാം? 10.5 പവൻ സ്വർണം സ്വീകരിക്കാം നിസാബായിട്ട്. അതിപ്പല്ലോ ഇല്ലെന്ന് മാത്രമല്ല, അന്ന് തുല്യമാണെന്നോ ഇന്ന് 10 ഇരട്ടിയാണ് വ്യത്യാസം. 590 ഗ്രാം വെള്ളി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ വെള്ളി ഇത്രയും തൂക്കം ഞാൻ പറഞ്ഞല്ലോ, ഒരു 25,000 രൂപയുടെ അപ്പുറപ്പുറം നിൽക്കും. അത്രേ ഉള്ളൂ. 10.5 പവൻ സ്വർണം 2.5 ലക്ഷത്തിന്റെ അപ്പുറപ്പുറത്ത് നിൽക്കും. അപ്പൊ അതും പിന്നെ ഞാൻ പറയുന്നു, ഇത് അള്ളാഹു നമ്മൾ റമളാനിൽ ഒരുപാട് കേട്ടായത്തല്ലേ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർള് അല്ലേ, ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആകാശഭൂമികളോളം വിശാലമായിരിക്കുന്ന സ്വർഗത്തിലേക്കും അവിടേക്ക് എത്താനുള്ള വഴിയായി നിങ്ങളുടെ രക്ഷിതാവ് എന്നുള്ള പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ട് കടന്നു ചെല്ലുവാൻ എന്ന ആയത്ത് അല്ലേ. അതിന്റെ രണ്ടാമത്തെ ആയത്ത് എന്താ? الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس. ആരാ മുത്തഖികള്? നല്ല വിശാലതയും സന്തോഷവും ഉണ്ടാകുമ്പോഴും സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. ബാക്കി മനസ്സിലായില്ലേ? തഖ്വയുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്, സ്വതക്ക നൽകുന്നത്, സാമൂഹ്യക്ഷേമ പ്രവർത്തനം നിർവഹിക്കുന്നത് എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോ 590 ഗ്രാം വെള്ളിയുടെ അതേ ക്രമത്തിൽ നിന്നുകൊണ്ട് സ്വർണത്തിനും ഡയമണ്ടിനും ഇനി വേറെന്തെല്ലാം മുതൽ പിരിക്കാലത്ത് വരുന്നുവോ അതിനൊക്കെ സക്കാത്ത് കൊടുക്കാൻ പറ്റും. അല്ല, തഖ്വയെ മാറ്റി വെച്ചിട്ട് കേവലം ഒരു വാഗ്വാദത്തിന്, ഒരു വാദപ്രതിവാദത്തിന്, ഒരു തർക്കത്തിന് മാത്രം മുതിർന്നിട്ട് അതിന് വിജയിച്ചിട്ട് നമ്മൾ സക്കാത്ത് കൊടുക്കാൻ നോക്കേണ്ട കാര്യമില്ല. അതിന്റെ ആവശ്യമില്ല. അള്ളാഹു പറഞ്ഞിടത്തേക്ക് എത്തണം, എനിക്ക് സ്വർഗം ലഭിക്കണം, എന്റെ ജീവിതം സൂക്ഷ്മമായിരിക്കണം, അതിൽ മറ്റൊരാളുടെ അവകാശപ്പെട്ട മുതൽ എന്റെ പോക്കത്തിൽ ഉണ്ടായിക്കൂടാ, അതെനിക്ക് ദോഷം ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ ഈ 10.5 പവനിലേക്ക് പടർന്നു. പിന്നെ ഡയമണ്ടിന്റെ നിസാബ് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇന്നത്തെ കണ്ടീഷനിൽ ഈ ഡയമണ്ട് എന്ന് പറഞ്ഞത് 10.5 പവൻ സ്വർണത്തിന്റെയും മുകളിലാണ് ഉണ്ടാവും കോറും അല്ലേ. അതിന്റെ താഴെ അത് വല്ലവരും ഉപയോഗിക്കാറില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കുന്നത് അതിന് മുകളിലാണ്. പിന്നെ നിസാബ് ചോദിക്കേണ്ട കാര്യമില്ല. ഡയമണ്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ തുറന്നാൽ മതി സംഗതി. ഇനി നിസാബിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഞാൻ പറയുന്നു അടിസ്ഥാന നിസാബ് 590 ഗ്രാം വെള്ളിയാണ് എല്ലാ മുതലിനും. അതിലാകെ കാലി സമ്പത്തും പിന്നെ കൃഷിയും മാത്രമാണ് മാറ്റി നിർത്തിയത്. പിന്നെ ഈ ഖനി, അതുപോലെ പിന്നെ സമ്മാനങ്ങള്, നിധി പോലെയുള്ള സംഗതികളാണ് വേറെ ഒന്നുള്ളത് നിസാബിൽ മാറ്റമുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഒറ്റ നിസാബാ. ആ നിസാബ് 590 ഗ്രാം വെള്ളി അവിടേക്ക് എത്താൻ നമുക്ക് സാധിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കും. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ബാധക തന്നെയാണ്. സ്വർണം കച്ചവടക്കാരുടെ കയ്യിലാണ്, കച്ചവടത്തിന് വേണ്ടിയുള്ള സ്വർണ്ണമാണ്. അതിന് നിസാബ് 2%. അതിന്റെ നിസാബ് 590 ഗ്രാം വെള്ളി എന്ന സംശയമില്ലല്ലോ. അത് ആഭരണമായോ മറ്റോ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ വെട്ടിൽ വെച്ചാൽ 10.5 പവൻ എന്ന് പറയാൻ ന്യായമല്ല. അപ്പൊ എങ്ങനെ നോക്കിയാലും വിഷയം വസ്തുതാപരമായി
തഖ്വയെ അടുപ്പിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ എത്തേണ്ടത് ഇങ്ങോട്ട് തന്നെയാണ്. അതിൽ വേറെ സംശയത്തിന് ഒപ്പില്ല. മൂന്നാമത്തേത് മുഅല്ലഫത്ത് ഖുലൂബ്. ഇതൊരു ആദർശ വ്യതിയാനമായി ഉന്നയിക്കപ്പെട്ടിരുന്നില്ല എന്നാണ്. അങ്ങനെ പല ആദർശ വ്യതിയാനങ്ങളും ആളുകൾ ഉന്നയിക്കാറുണ്ട്, ഉന്നയിച്ചോട് കുഴപ്പമില്ല. മുഅല്ലഫത്ത് ഖുലൂബ് എന്നത് ഇവിടെ ഞാൻ നേരത്തെ വിശദീകരിച്ചല്ലോ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സുപ്രധാനമായിരിക്കുന്ന ഒരു ഘടകമാണ്. ആ ഘടകത്തിന്റെ അങ്ങനെ പഠിപ്പിക്കാനുള്ള കാരണം സക്കാത്ത് ലഭിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സുരക്ഷിത ബോധത്തോടു കൂടി ഇസ്ലാമിലേക്ക് വരാൻ ആളുകൾക്ക് പ്രേരകമാകുന്ന വിധത്തിലാണ് സക്കാത്ത് കൊടുക്കാൻ പറ്റുന്നത്. അത് സംശയമൊന്നുമില്ല. അതിൽ ആളുകൾ എന്ത് പറഞ്ഞാലും എന്ത് ധരിച്ചാലും. അതാണ് ഇമാം റാസി ഒക്കെ പല മുഫസ്സിറും എഴുതി വെച്ചാണ്, ഒരു ശത്രുവിന്റെ ശത്രുത കുറക്കാൻ, ഒരാളെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാൻ, അതുവഴിയെങ്കിലും അയാൾക്ക് നമ്മോടുള്ള ശത്രുത കുറഞ്ഞ് അയാൾ മെല്ലെ മെല്ലെ കടന്നു വരാൻ ഒക്കെ സഹായകമാകുന്ന വിധത്തിലാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത്. അതിലൊന്നും എന്ത് വ്യതിയാനം ആരുന്നയിച്ചാലും അവർക്ക് ഉന്നയിക്കാന്നല്ലാതെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഖുർആനും ഹദീസും പറഞ്ഞിട്ട് നിന്നാൽ മതി, ഒരു തകരാറുണ്ടാവില്ല. അതിന് ആ നിലക്ക് നമ്മൾ ഉൾക്കൊള്ളില്ല. അങ്ങനെ നമ്മൾ ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങളെയും പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ ശ്രമിച്ചാൽ പ്രയാസങ്ങളില്ലാതെ ശരിയായ വിധത്തിൽ നമുക്ക് ക്രമീകരിച്ച് പോകാൻ കഴിയും. എല്ലാത്തിനും അള്ളാഹു പറഞ്ഞൊരു യുക്തിയും അവന്റെ ഒരു അറിവുണ്ടല്ലോ, ആ യുക്തി അള്ളാഹുവിന്റെ യുക്തിക്കനുസരിച്ച് നമ്മൾ പോകുന്നുവെങ്കിൽ അത് നമുക്ക് ഗുണകരമായിരിക്കും, ദോഷമാവില്ല. അത് നമ്മൾ തിരിച്ചറിയുക. അതാണ് നമുക്ക് ഇവിടെ നിർവഹിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിന് ശ്രമിക്കുക. ഒരു പുതിയ വിഷയം നമ്മൾ തുടങ്ങാൻ വേണ്ടി ഇവിടെ റെഡിയാണ്. പക്ഷേ ഇനി സമയം കുറവാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ 9:30 മുമ്പ് നിർത്താനാണ് പ്ലാൻ. 9:15 അതുകൊണ്ട് ഇപ്പൊ തുടങ്ങി വെക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ പുതിയ വിഷയത്തിലേക്ക് പോകാം. എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഉണ്ടെന്ന് മനസ്സിലാവുന്നത് ഉണ്ടെങ്കിൽ അത് സ്വയം പാലിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, സഹപ്രവർത്തകരിലേക്ക് ഈ സന്ദേശം മെല്ലെ മെല്ലെ എത്തിച്ചു കൊടുക്കാൻ കാലങ്ങൾക്ക് എടുത്തിട്ടെങ്കിലും, ചിലപ്പോൾ 4-5 കൊല്ലങ്ങൾക്കുണ്ടെങ്കിലും സമൂഹത്തെ മൊത്തത്തിൽ ഈ വിഷയത്തെ ബോധവൽക്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. അത് നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടിയാണ് ഇത്രയും പ്രമാണങ്ങൾ ഞാൻ വീണ്ടും ഒരുപക്ഷെ ആവർത്തനമായിരിക്കാം, എന്നാൽ പോലും നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് ആണും പെണ്ണും ഒക്കെ അത് ശ്രദ്ധിക്കണം എന്നുകൂടി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.